നമസ്കാരം. വിൻഡി നൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ നടക്കുന്നത് തിരുവനന്തപുരത്താണ്. ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ നമ്മളെ ചതിക്കും. ചിലപ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് കള്ളം പറയും. നമ്മൾ കാണുന്നതാണോ സത്യം? അതോ നമ്മുടെ ഉള്ളിലിരുന്ന് മറ്റാരെങ്കിലും നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ? പാതിരാത്രിയിലെ ബൈക്ക് യാത്രയും റോഡരികിൽ കാണുന്ന അമാനുഷിക രൂപങ്ങളും തുടർന്ന് നടക്കുന്ന കൊലപാതകങ്ങളും അവസാനം വരെ ശ്വാസമടക്കി പിടിച്ച് കേട്ടിരിക്കാൻ പറ്റിയ ഒരു കിടിലൻ ക്രൈം ത്രില്ലർ. കഥയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഇതുപോലത്തെ മികച്ച കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോ നമുക്ക് തുടങ്ങാം. തിരുവനന്തപുരത്തെ നഗരപ്രാന്ത പ്രദേശം. സമയം പാതിരാത്രി 12 മണി. കഴക്കൂട്ടത്തെ പുതിയ ബസ് സ്റ്റാൻഡിനു സമീപം നഗരത്തിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് 5 നിലകളുള്ള ആ കെട്ടിടം പ്രകാശപൂരിതമായി തിരക്കോടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതൊരു വലിയ IT പാർക്ക് സമുച്ചയമായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആ കെട്ടിടം ഉണർന്നിരുന്നു. 3-ാം നിലയിലെ IO വർക്ക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്കുള്ളിൽ കിഷോർ തന്റെ കസേരയിൽ നിന്ന് ഒന്ന് നിവർന്നു. കണ്ണുകളിൽ നേരിയ ക്ഷീണവും ശരീരത്തിൽ രാത്രിജോലി തളർത്തിയ അവശതയുമുണ്ടായിരുന്നു. അടുത്തിരുന്ന സുഹൃത്ത് നാരായണന്റെ തോളിൽ തട്ടി അവൻ പറഞ്ഞു, "എടാ, സമയം കഴിഞ്ഞു, ഞാൻ ഇറങ്ങുവാ." നാരായണൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. കിഷോർ കഴുത്തിൽ കിടന്ന തന്റെ ID കാർഡ് എടുത്ത് വാതിലിനടുത്തുള്ള മെഷീനിൽ സ്കാൻ ചെയ്തു. ബീപ് ശബ്ദത്തോടെ ആ കനത്ത ചില്ലുവാതിൽ തുറന്നു. പുറത്തിറങ്ങിയ കിഷോർ ഒന്ന് തിരിഞ്ഞുനിന്ന് ആ കെട്ടിടത്തെ നോക്കി. ഓരോ നിലയിലുമുള്ള തിളങ്ങുന്ന ജനാലകൾ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ജീവൻ തുടിക്കുന്ന കാഴ്ച നൽകി. അവന്റെ കമ്പനി 3-ാം നിലയിലാണ്. അതിനു മുകളിലുള്ള നിലകളും ഉണർന്നിരിക്കുകയാണ്. ആ വലിയ കെട്ടിടത്തെ പിന്നിലാക്കി അവൻ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. നീളമുള്ള ഇടനാഴികളിലെ കൃത്രിമ വെളിച്ചം കടന്ന് അവൻ പാതിരാത്രിയുടെ ഏകാന്തതയിലേക്കിറങ്ങി. അവൻ തന്റെ ബൈക്ക് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തി. ആകാശത്തേക്കൊന്നു നോക്കി. മണ്ണ് നനയുന്ന തലത്തിൽ ചെറിയൊരു ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു. കാറ്റിൽ നേരിയ തണുപ്പും ഈർപ്പവും. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, മുഖത്ത് മാത്രം അനുഭവപ്പെടുന്ന നേർത്ത മഴത്തുള്ളികൾ. ബൈക്കിന്റെ മിററിൽ ചിലയിടങ്ങളിൽ ഈറൻ പടർന്നിരുന്നു. മഴ പെയ്യും പോലെയുണ്ടല്ലോ, ബൈക്കെടുത്ത് പെട്ടെന്ന് വിടണം. വീട്ടിലെത്താൻ എന്തായാലും അരമണിക്കൂറിന് മുകളിലെടുക്കും. കിഷോർ തന്നോട് തന്നെ പിറുപിറുത്തു. വീട്ടിൽ നിന്നിറങ്ങുമ്പോഴുണ്ടായിരുന്ന ചൂട് ഇപ്പോൾ അന്തരീക്ഷത്തിലില്ല. അവൻ ബൈക്ക് മെല്ലെ മുന്നോട്ടെടുത്തു. ഗേറ്റിനടുത്തുള്ള ചെറിയ ക്യാബിനിൽ സെക്യൂരിറ്റി ചേട്ടനിരിപ്പുണ്ട്. ചില്ലിനപ്പുറം തലചായിച്ച് അദ്ദേഹം നല്ല ഉറക്കത്തിലാണ്. കിഷോർ ആ ഉറങ്ങുന്ന കാവൽക്കാരനെ ഒന്നുറ്റുനോക്കി. ബൈക്ക് അവിടെ നിർത്തി. "എന്താ ചേട്ടാ, നല്ല ഉറക്കമാണല്ലോ?" അവൻ ഉറങ്ങിക്കൊണ്ടിരുന്ന സെക്യൂരിറ്റിയെ വിളിച്ചു നിർത്തി. ഞെട്ടിയുണർന്ന അദ്ദേഹം ചോദിച്ചു, "ആ സർ, ഇറങ്ങിയോ?" "അതെ ചേട്ടാ, ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങുവാ" എന്നു പറഞ്ഞ് അവൻ ആ വലിയ ഗേറ്റ് കടന്ന് റോഡിലേക്ക് പ്രവേശിച്ചു. കൂരിരുട്ട് വിഴുങ്ങിയ റോഡ്. നഗരവെളിച്ചങ്ങൾ പിന്നിൽ മങ്ങിത്തുടങ്ങി. കിഷോറിന്റെ ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് മാത്രം ഇരുട്ടിനെ കീറിമുറിച്ചു വഴി കാണിച്ചു. കിഷോർ ഒരു അനാഥനായിരുന്നു. ആശ്രമത്തിൽ വളർന്നവൻ. ഇന്നവന്റെ ലോകം ഈ IT ജോലിയും ആ മലമുകളിലുള്ള ആ ചെറിയ വീടും മാത്രമാണ്. ആ വീടവൻ ഇപ്പോൾ വാങ്ങിയതേയുള്ളൂ. നഗരത്തിരക്കിൽ നിന്ന് മാറി ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിൽ ഇടതുവശത്തുള്ള ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് അവന്റെ വീട്. ടെക്നോപാർക്കിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരമുണ്ട്. 6 വർഷമായി കോളേജ് പഠനം കഴിഞ്ഞതുമുതൽ അവൻ ഈ യാത്ര തുടരുന്നു. നഗരത്തിലൊരു ചെറിയ മുറിയെടുത്ത് താമസിക്കാമായിരുന്നു. പക്ഷേ അവന്റെ മനസ്സത് സമ്മതിച്ചില്ല. ആ കുന്നിൻ മുകളിലെ വീടിന്റെ ഏകാന്തതയും ശാന്തതയും കിഷോറിന് വല്ലാത്തൊരാശ്വാസമായിരുന്നു. അതൊരു വെറും വീടായിരുന്നില്ല അവന്. തനിച്ചു വളർന്ന തന്റെ സ്വാതന്ത്ര്യം തിരിച്ചറിയുന്ന ഒരിടം. ഇരുട്ടിനെ കീറിമുറിച്ച് അവന്റെ ബൈക്ക് കുതിച്ചു. എഞ്ചിന്റെ താളം അവന്റെ ചിന്തകൾക്ക് പശ്ചാത്തല സംഗീതമായി. ആശ്രമത്തിലെ നാളുകൾ, കഷ്ടപ്പെട്ട് പഠിച്ച കോളേജ് കാലം, ജോലി കിട്ടിയ നിമിഷം എല്ലാം ഒരു സിനിമ പോലെ മനസ്സിലൂടെ കടന്നുപോയി. ചിന്തകളിൽ മുഴുകിയിരുന്ന അവൻ പെട്ടെന്നാണ് കൺമുന്നിൽ കണ്ട ബോർഡ് ശ്രദ്ധിച്ചത്. വെമ്പായം 5 കിലോമീറ്റർ. ഏകദേശം 10 കിലോമീറ്റർ അവൻ പിന്നിട്ടിരിക്കുന്നു. മനസ്സിലൊരു ആശ്വാസം. ഇനി 5 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ, പെട്ടെന്ന് വീട്ടിലെത്താം. അടുത്ത കുറച്ച് മീറ്ററുകൾക്കുള്ളിൽ ആ ബോർഡ് കടന്നതും ദൂരെ റോഡരികിൽ അവന്റെ കണ്ണുകൾ എന്തോ ഒരു അനക്കം ശ്രദ്ധിച്ചു. റോഡിന്റെ ഇടതുവശം, കാടുപിടിച്ചു കിടക്കുന്ന പ്രദേശം. ആരോ അവിടെ ഇരിക്കുന്നതുപോലെ കിഷോറിന് തോന്നി. പാതിരാത്രിയിൽ മനുഷ്യവാസമില്ലാത്ത ഈ റോഡിൽ, അതും ഈ കാട്ടുപ്രദേശത്ത് ആരിരിക്കാനാണ്?
ശരീരത്തിലൊരു വിറയൽ പടർന്നു. കിഷോറിന്റെ കൈകളറിയാതെ തന്നെ ആക്സിലറേറ്റർ കുറച്ചു. ബൈക്കിന്റെ വേഗത കുറഞ്ഞു. അവന്റെ ബുള്ളറ്റിന്റെ പ്രകാശമുള്ള ഹെഡ്ലൈറ്റ് നേരെ ഇടതുവശത്തെ ആ സംശയാസ്പദമായ രൂപത്തിന്മേൽ പതിച്ചു. അതവിടെ ഇരിക്കുകയായിരുന്നു. വെളിച്ചം മുഴുവനായും ആ രൂപത്തിന്മേൽ വീണു. ഇപ്പോൾ കിഷോറിന് അത് വ്യക്തമായി കാണാം. പക്ഷേ അത്ഭുതകരമെന്നു പറയട്ടെ, അവന്റെ മുഖത്ത് ഭയമില്ലായിരുന്നു. പകരം ഒരുതരം മടുപ്പും വിചിത്രമായ ധൈര്യവുമാണ് കിട്ടിയത്. കാരണം ഈ കാഴ്ച അവന് പുതിയതല്ല. ഏകദേശം 20 ദിവസത്തിൽ മുകളിലായി ഈ രൂപത്തെ അവനിവിടെ കാണുന്നുണ്ട്. സ്ഥിരമായി രാത്രി 12:30നും 1-നുമിടയിൽ ഈ 15 കിലോമീറ്റർ യാത്രയിൽ കൃത്യം ഈ 10-ാം മൈൽ കല്ലിന് സമീപം ഈ വിചിത്രരൂപം അവനെ കടന്നുപോകാറുണ്ട്. ചിലപ്പോൾ കുനിഞ്ഞിരിക്കും, ചിലപ്പോൾ റോഡിന് നടുവിലിരിക്കും, ചിലപ്പോൾ നിൽക്കുന്നതുപോലെ തോന്നും. അവൻ ആ രൂപത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നിൽ നിന്ന് ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ടു. വലിയൊരു ലോറി ഭീകര ശബ്ദത്തോടെ കിഷോറിനെ കടന്നുപോയി. ലോറി പോയതും അതിന്റെ ശബ്ദവും വിറയലും അടങ്ങി. കിഷോർ വീണ്ടും ആ രൂപമിരുന്ന സ്ഥലത്തേക്ക് നോക്കി. അതിനെ അവിടെ കാണാനില്ല. അവന്റെ കണ്ണുകൾ കാടുപിടിച്ച റോഡരികുകളിൽ ആ രൂപത്തെ തിരഞ്ഞു. അപ്പോൾ കിഷോറിന്റെ ഓർമ്മകൾ കഴിഞ്ഞ ആഴ്ചയിലേക്ക് പോയി. ഒരിക്കൽ സുഹൃത്തു മാനു അവന്റെ കുന്നിൻ മുകളിലെ വീട് കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവനെ ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞ് ഇതേ സ്ഥലത്തുകൂടി പോകുമ്പോൾ ആ രൂപം അന്നും അവിടെ ഉണ്ടായിരുന്നു. ഉടനെ കിഷോർ പരിഭ്രമത്തോടെ ചോദിച്ചു, എടാ മനു, അവിടെ നോക്കിയേ, അവിടെ ഒരു കൊച്ചുകുട്ടി തലകുനിച്ചിരിക്കുന്നതുപോലെ തോന്നുന്നുണ്ടോ? മനു ബൈക്കിന്റെ വെളിച്ചം വീണ ആ സ്ഥലത്തേക്ക് നോക്കി. കുറച്ചുനേരം ഉറ്റുനോക്കിയ ശേഷം അവൻ പറഞ്ഞു, എവിടെടാ, എന്റെ കണ്ണിൽ ഒന്നും കാണുന്നില്ലല്ലോ, കാടും കല്ലും മാത്രമല്ലേ ഉള്ളൂ. നിനക്ക് വല്ലതും തോന്നിയതാകും. വളരെ ഉറച്ച സ്വരത്തിലാണ് മനു അത് പറഞ്ഞത്. ആ നിമിഷം കിഷോറിന് മനസ്സിലായി, തനിക്ക് മാത്രമേ ആ രൂപം കാണുന്നുള്ളൂ എന്ന്. ഇതൊരു തോന്നലല്ല, തന്റെ കണ്ണിൽ മാത്രം പെടുന്ന ഒരു അമാനുഷിക സത്യമാണതെന്ന്. ഈ ചിന്തകൾ മനസ്സിലൂടെ പോകുമ്പോൾ തന്നെ കിഷോർ ബൈക്ക് നിർത്തി. എഞ്ചിൻ ഓഫ് ചെയ്യാതെ മൊബൈലെടുത്ത് ടോർച്ച് തെളിയിച്ചു. ബൈക്കിന്റെ വെളിച്ചം ഒരിടത്തേക്ക് മാത്രം വീഴുമ്പോൾ മൊബൈൽ ടോർച്ച് കാട്ടിനുള്ളിലെ ഇരുണ്ട മൂലകളെ പരിശോധിച്ചു. ഇത്രയും നാളും ദൂരെ നിന്ന് കണ്ടതുകൊണ്ട് ആ രൂപത്തിന്റെ മുഖം അവൻ വ്യക്തമായി കണ്ടിരുന്നില്ല. വണ്ടിയിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയതുകൊണ്ട് അവന്റെ ധൈര്യത്തിന് പിന്നാലെ ഭയം മെല്ലെ തലപൊക്കി. ഷർട്ട് വിയർപ്പുകൊണ്ട് നനഞ്ഞു. അവൻ ആ സ്ഥലം മുഴുവൻ തിരഞ്ഞു. കാടിനുള്ളിലും കല്ലുകൾക്ക് പിന്നിലും നോക്കി. പക്ഷെ എവിടെയും ആ രൂപം കണ്ടില്ല. ആ റോഡിൽ ആകെക്കൂടെ ഭീകരമായ നിശബ്ദത മാത്രം. 10 മിനിറ്റിലധികം തിരഞ്ഞ ശേഷം ഇനി അവിടെ നിൽക്കണ്ട എന്നവൻ തീരുമാനിച്ചു. മനസ്സ് തളർന്നിരുന്നു. ഇവിടെ നിന്നുടനെ പോകണം, അവൻ പിറുപിറുത്തു. വേഗത്തിൽ തിരിഞ്ഞ് ബൈക്കെടുക്കാൻ തുടങ്ങി. ബൈക്കിൽ കയറാൻ ശ്രമിച്ച ആ നിമിഷം അവന്റെ തൊട്ടുപിന്നിൽ നിന്ന് ആരോ പരുക്കൻ ശബ്ദത്തിൽ എന്തോ മന്ത്രിക്കുന്നതുപോലെ കേട്ടു. കിഷോർ മെല്ലെ അതിതീവ്രമായ പേടിയോടെ തിരിഞ്ഞുനോക്കി. അവൻ ഞെട്ടിത്തെറിച്ചുപോയി. ഇതുവരെ ദൂരെ നിന്ന് മാത്രം കണ്ട ആ രൂപം തൊട്ടുമുന്നിൽ വെറും 3 അടി അകലെ നിൽക്കുന്നു. അതൊരു ചെറിയ കുട്ടിയാണ്. 5 or 6 വയസ്സ് തോന്നിക്കുന്നൊരു പെൺകുട്ടി. ചെളി പുരണ്ട കീറിപ്പറഞ്ഞ വെളുത്തുടുപ്പാണ് വേഷം. ആ കുട്ടിയെ കാണാൻ വല്ലാതെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഒരു സാധാരണ കുട്ടിയുടെ മുഖത്തുള്ള നിഷ്കളങ്കതയായിരുന്നില്ല അവിടെ. ആ കുട്ടിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് വിടർന്നിരുന്നു. അതിൽ അസ്വാഭാവികമായ ഇരുട്ട് പടർന്നു. ഏറ്റവും പ്രധാനമായി അവളുടെ മുഖമാകെ ഉണങ്ങിയ രക്തത്തിന്റെ പാടുകളുണ്ടായിരുന്നു. കിഷോറിനെ കണ്ട അടുത്ത നിമിഷം ആ കുട്ടി ഭീകരമായൊരലർച്ചയോടെ അവന്റെ നേരെ പാഞ്ഞടുക്കുന്നതുപോലെ തോന്നി. കിഷോർ ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. ബൈക്കിൽ ചാടിക്കയറി ആക്സിലറേറ്റർ കൊടുത്തു. ബൈക്ക് വലിയൊരു ഇരമ്പരോടെ തിരിഞ്ഞ് ആ സ്ഥലം വിട്ടു പാഞ്ഞു. പിന്നിലേക്ക് നോക്കാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല. എങ്കിലും ഭയം കൊണ്ട് അവൾ വരുന്നുണ്ടോ എന്ന് കണ്ണാടിയിലൂടെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നിലിരുട്ടും കാറ്റും മാത്രം. വിറച്ചുകൊണ്ട് വണ്ടിയോടിച്ച് അവനൊടുവിൽ കുന്നിൻ മുകളിലെ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ടും സമാധാനമുണ്ടായിരുന്നില്ല. വേഗം ലൈറ്റുകളെല്ലാം ഇട്ട് വലിയൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ക്ഷീണത്തോടെ കിടക്കയിൽ വന്നിരുന്നു. അടുത്തുള്ള ജനൽ തുറന്നിട്ടു. മലമുകളിലെ തണുത്ത കാറ്റ് അവന്റെ മുഖത്ത് വീശി. ആ ആശ്വാസത്തിലും ക്ഷീണത്തിലും അവൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് അവൻ ഉണർന്നു. എഴുന്നേറ്റിരുന്നപ്പോൾ ഇന്നലെ രാത്രി കണ്ടത് സത്യമാണോ അതോ തോന്നലായിരുന്നു എന്ന സംശയം അവനിലുണ്ടായി. ദൂരെ നിന്ന് കണ്ടിരുന്ന ആ കുട്ടിയുടെ മുഖം അടുത്തു കണ്ടപ്പോൾ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ആ കുട്ടിയെ എവിടെയോ കണ്ടതുപോലെ ഒരു തോന്നൽ. വേഗം പഴയ പത്രങ്ങൾ പരതാൻ തുടങ്ങി. ആശ്രമത്തിൽ നിന്ന് വന്നതുകൊണ്ട് പഴയ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ശീലം അവനുണ്ടായിരുന്നു. അവന്റെ തിരച്ചിലിന് ഫലം കണ്ടു. 1 മാസം മുമ്പത്തെ പത്രത്തിൽ തിരുവനന്തപുരം പ്രാദേശിക വാർത്തകളിൽ ഒരു ചെറിയ വാർത്ത. അതിൽ ആ കുട്ടിയുടെ ഫോട്ടോ വ്യക്തമായി ഉണ്ടായിരുന്നു. വാർത്തയുടെ തലക്കെട്ട്, അമ്മയുടെ അശ്രദ്ധ,
കുട്ടി മരിച്ചു. വെമ്പായത്തുള്ള ഒരു ഗ്രാമത്തിൽ ടെറസിൽ കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരി കാലുവഴുതി വീണ് മരിച്ചു എന്നായിരുന്നു വാർത്ത. ആ മരിച്ച കുട്ടി എന്തിനു തന്നെ പിന്തുടരുന്നു? എന്തിനു തന്റെ വഴിയിൽ വരുന്നു? എന്റെ കണ്ണുകൾക്ക് മാത്രമേ അവളെ കാണാൻ കഴിയുന്നുള്ളൂ എന്ന് കിഷോറിന്റെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു. ഇതിനൊരു ഉത്തരം കിട്ടണം. അവൻ പത്രത്തിലേക്ക് നോക്കി. ആ കുട്ടി ഏത് ഗ്രാമത്തിലെയാണെന്ന് അതിലുണ്ടായിരുന്നു. എന്തായാലും ആ ഗ്രാമത്തിലേക്ക് പോകണം. അന്നുച്ചയ്ക്ക് 3 മണിക്ക് അവൻ ജോലിക്കായി ഇറങ്ങി. വെമ്പായത്ത് നിന്ന് നഗരത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ രാത്രി ആ കുട്ടിയെ കണ്ട സ്ഥലം അവൻ സൂക്ഷ്മമായി നോക്കി. പകൽ വെളിച്ചത്തിൽ അവിടെ കുറ്റിക്കാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമാനുഷികത വെളിച്ചത്തിൽ ഒളിച്ചിരുന്നു. ഇന്ന് രാത്രിയും അവൾ വരുമോ എന്ന ചോദ്യവുമായി അവൻ ഓഫീസിലേക്ക് കുതിച്ചു. അന്ന് വെള്ളിയാഴ്ച. പിറ്റേന്ന് ദീപാവലി ആയതുകൊണ്ട് ഓഫീസ് തീർത്തും വിജനമായിരുന്നു. ഒരുതരം കനത്ത നിശബ്ദത അവിടെ തളം കെട്ടി നിൽക്കുന്നു. പതിവ് പോലെ 3 മണിക്ക് ഓഫീസിലെത്തിയ കിഷോറിന് ആ വലിയ കെട്ടിടം തനിക്ക് കുടുംബമില്ലാത്തതിന്റെ വേദന ഓർമ്മിപ്പിച്ചു. എല്ലാവരും ആഘോഷിക്കാൻ പോയിരിക്കുന്നു. അവൻ സീറ്റിൽ വന്നിരുന്നു. തന്റെ സങ്കടം മറയ്ക്കാൻ അവൻ ജോലിയിൽ മുഴുകി. സമയം പോയതറിഞ്ഞില്ല. രാത്രി 8 മണിയായപ്പോൾ വിശപ്പ് തോന്നി. പുറത്തുപോയി ഭക്ഷണം കഴിച്ച് തിരികെ വന്ന് ജോലി തുടർന്നു. കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരുന്നതുകൊണ്ട് തലവേദന തുടങ്ങി. സമയം 11:30 ഇനി അരമണിക്കൂർ കൂടെ കഴിഞ്ഞാൽ വീട്ടിൽ പോകാം. അവൻ ജോലിയിൽ മുഴുകിയിരിക്കെ പെട്ടെന്ന് കമ്പ്യൂട്ടർ മോണിറ്റർ ഓഫായി. സ്ക്രീൻ ഇരുണ്ടു. ആ കറുത്ത സ്ക്രീനിൽ പിന്നിലെ ലൈറ്റിന്റെ പ്രതിബിംബം കണ്ടു. ആ പ്രതിബിംബത്തിൽ കിഷോറിന്റെ സീറ്റിന് തൊട്ടു പിന്നിലായി ആ കൊച്ചുകുട്ടിയുടെ രൂപം. മോണിറ്ററിലെ കറുത്ത സ്ക്രീനിലൂടെ ആ കുട്ടിയുടെ കോപം നിറഞ്ഞ കണ്ണുകൾ തന്നെ ഉറ്റുനോക്കുന്നതവൻ കണ്ടു. അവന്റെ രക്തം മരവിച്ചുപോയി. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആരുമില്ല. അവന്റെ പിന്നിലെ കസേര ഒഴിഞ്ഞുകിടക്കുന്നു. ഓഫീസ് വിജനമാണ്. സുഹൃത്തു മനുവും വന്നിട്ടില്ല. ഭയത്തോടെ അവൻ വീണ്ടും മോണിറ്ററിലേക്ക് നോക്കി. അല്പസമയത്തിനു ശേഷം മോണിറ്റർ തെളിഞ്ഞു. ഇനി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. അവൻ വേഗം ബാഗെടുത്തിറങ്ങാൻ തുടങ്ങി. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഓരാണ്ടി വെച്ചതും ആരോ അവന്റെ കാലിൽ പിടിച്ചു വലിക്കുന്നതുപോലെ തോന്നി. താഴെ നോക്കാൻ അവന് ഭയമായിരുന്നു. ആ കുട്ടി തന്റെ കാലിന് താഴെ ഇരിക്കുന്നുണ്ടാകുമോ? നനഞ്ഞ കൈകൾ കാലിൽ ചുറ്റുന്നതുപോലെ ഭയത്താൽ അവൻ അലറി വിളിച്ചു. ശബ്ദം കേട്ട് സഹപ്രവർത്തകൻ അരുൺ ഓടി വന്നു. എന്താ കിഷോർ, എന്തുപറ്റി? കിഷോർ വിറച്ചുകൊണ്ട് നിന്നു. ഇല്ല അരുൺ, അവിടെ എന്റെ കാലിനടിയിൽ ഒരു കുട്ടി. അവന് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അരുൺ അവിടെ നോക്കി. ആരുമില്ല. കിഷോർ, ഇവിടെ ആരുമില്ല. വർക്ക് കൂടുതൽ ചെയ്തതിന്റെ ക്ഷീണമാകും. വീണ്ടും ആ കുട്ടി തനിക്കു മാത്രമേ തെളിയുന്നുള്ളൂ എന്ന് അവന് മനസ്സിലായി. അവൻ അരുണിനോട് കള്ളം പറഞ്ഞ് തലവേദനയാണെന്ന് പറഞ്ഞ് അനുവാദം വാങ്ങി ഇറങ്ങി. പുറത്തു വന്നപ്പോൾ എങ്ങും നിശബ്ദത. ആ കുട്ടിയുടെ ചിരി കേൾക്കുന്നതുപോലെ അവന് തോന്നി. ഈ കുട്ടി ഓഫീസ് വരെ എന്നെ പിന്തുടർന്നു വന്നിരിക്കുന്നു. അവൻ ബൈക്കിനടുത്തെത്തി. ഭയം കാരണം ആ 15 കിലോമീറ്റർ ഒറ്റയ്ക്കുള്ള യാത്ര ഒഴിവാക്കി നേരം വെളുക്കുന്നതുവരെ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. സെക്യൂരിറ്റി റൂം അവന്റെ കണ്ണിൽപ്പെട്ടു. വേഗം അങ്ങോട്ട് നടന്നു. ചില്ലിട്ട ചെറിയ മുറിയിൽ പ്രായമായ സെക്യൂരിറ്റി കൃഷ്ണൻ ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടാ, നേരം വെളുക്കുന്നതുവരെ ഞാനിവിടെ ഇരുന്നോട്ടെ? അവൻ ചോദിച്ചു. കൃഷ്ണൻ സമ്മതിച്ചു. ആ മുറിയിലെ കസേരയിലിരുന്ന അവൻ ചില്ലിലൂടെ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന തന്റെ ബൈക്കിലേക്ക് നോക്കി. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു. ബൈക്കിനരികിൽ ആ കുട്ടിയുടെ രൂപം നിൽക്കുന്നു. അവൾ ബൈക്കിന്റെ ഹാൻഡിലിൽ പിടിച്ച് തലചായ്ച്ച് കിഷോറിനെ തന്നെ നോക്കുകയാണ്. ആ നോട്ടത്തിൽ കോപവും ക്രൂരമായൊരു ചിരിയുമുണ്ടായിരുന്നു. അവൾ കൈകൊണ്ട് അവനെ വിളിച്ചു. പേടിച്ചുപോയ കിഷോർ കണ്ണുകൾ ഇറുക്കി അടച്ചു. മെല്ലെ കൈവീശി വാ എന്ന് വിളിക്കുന്നതുപോലെ അവനെ മാടി വിളിച്ചു. അത് കണ്ട് ഭയന്ന അവൻ വേഗത്തിൽ മുഖം തിരിച്ചു. കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് ഹൃദയമിടിപ്പിന്റെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ച് ആ സെക്യൂരിറ്റി റൂമിൽ അനങ്ങാതെയിരുന്നു. അവിടെയുണ്ടായിരുന്ന സെക്യൂരിറ്റി കണ്ണന്റെ റേഡിയോയിൽ നിന്നുള്ള നേരിയ ശബ്ദം മാത്രമാണ് അവനൊരാശ്വാസമായത്. ആ കൊച്ചുകുട്ടി തന്നെ വിട്ട് 1 ഇഞ്ചു പോലും മാറിയിട്ടില്ലെന്ന് അവന് നന്നായി മനസ്സിലായി. പെട്ടെന്ന് ആരോ തന്റെ തോളിൽ തട്ടി വിളിക്കുന്നതുപോലെ തോന്നിയ അവൻ കണ്ണു തുറന്നു നോക്കി. സെക്യൂരിറ്റി കണ്ണൻ അവനെ വിളിച്ചുണർത്തുകയായിരുന്നു. സമയം കടന്നുപോയത് അവൻ അറിഞ്ഞിരുന്നില്ല. ആ കമ്പനി ഓണറുടെ അമ്മാവനുണ്ടല്ലോ, അയാൾ ഒരുമാതിരി വായിൽ തോന്നിയതുപോലെ സംസാരിക്കുന്നു. അയാൾക്ക് കമ്പനിയിൽ എന്ത് ജോലിയാണുള്ളത്? അയാളുടെ പെരുമാറ്റം അത്ര ശരിയല്ലല്ലോ, അല്ലേ സാർ? എന്ന് അദ്ദേഹം ഗൗരവത്തോട് ചോദിച്ചു. അയാൾക്ക് ജോലിയൊന്നുമില്ല ചേട്ടാ, വെറുതെ ഇടയ്ക്കിടെ വന്നു പോകും, ഓണർക്കെന്തെങ്കിലും സഹായം ചെയ്യും. അല്ല, നിങ്ങളെന്തിനാണ് അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്നത് എന്ന് കിഷോർ ചോദിച്ചു. സെക്യൂരിറ്റി കണ്ണന്റെ കണ്ണുകൾ ഒരു നിമിഷം മങ്ങി. സാർ, വെറുതെ ചോദിക്കണമെന്ന് തോന്നി. അയാളുടെ നടപടികളൊന്നും അത്ര ശരിയല്ല എന്ന വാക്കുകൾ അദ്ദേഹം വളരെ പതുക്കെ പറഞ്ഞു. ശരി സാർ, നിങ്ങൾ കിടന്നുറങ്ങൂ. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തിയെന്ന് തോന്നുന്നു.
കൃത്യം 5 മണിക്ക് ഞാൻ വിളിച്ചുണർത്താം, സെക്യൂരിറ്റി കണ്ണൻ പറഞ്ഞു. ശരി ചേട്ടാ എന്നു പറഞ്ഞ് കിഷോർ കണ്ണടച്ച് ഉറങ്ങാൻ തുടങ്ങി. ആ കാവൽക്കാരന്റെ പരുക്കൻ ശബ്ദത്തിലും ഓണറുടെ അമ്മാവനെക്കുറിച്ചുള്ള സംശയത്തിലും പുതിയൊരു ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നതായി അവന് തോന്നി. 2 ദിവസങ്ങൾ കടന്നുപോയി. ദീപാവലിയുടെ വെളിച്ചവും സന്തോഷവും അടങ്ങും മുൻപേ ആ IT കമ്പനി വളപ്പിൽ വീണ്ടും ഒരു ഇരുണ്ട സംഭവം അരങ്ങേറി. തിങ്കളാഴ്ച പുലർച്ചെ 2 മണി. ആ IT കമ്പനി വളപ്പിപ്പോൾ തിരക്കിനു പകരം പോലീസുകാരെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 10ലധികം പോലീസുകാർ അവിടെ തടിച്ചുകൂടിയിരുന്നു. വളപ്പിലെ മെയിൻ റോഡിൽ ഒരു ആംബുലൻസ് നിന്നിരുന്നു. അതിന്റെ സൈറൻ ശബ്ദം പാതിരാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചു മുഴങ്ങിക്കൊണ്ടിരുന്നു. അതിനടുത്ത് ഒരു പോലീസ് ജീപ്പ് നിർത്തിയിട്ടിരുന്നു. ഇൻസ്പെക്ടർ അലക്സ് വേഗത്തിൽ ജീപ്പിൽ നിന്നിറങ്ങി. കൃത്യം ആ വളപ്പിലേക്ക് കടക്കുന്ന ടാർ റോഡിൽ ഒരു സ്ത്രീ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അലക്സ് ആ മൃതദേഹത്തിനടുത്തേക്ക് വന്നു. തലയിൽ നിന്ന് രക്തമൊഴുകി റോഡിൽ പടർന്നിരുന്നു. അടുത്തുണ്ടായിരുന്ന കോൺസ്റ്റബിൾ പറഞ്ഞു, സർ, മുകളിൽ നിന്ന് ചാടിയതാണെന്ന് തോന്നുന്നു. ചുറ്റും അന്വേഷിച്ചു നോക്കി. മറ്റു ഫ്ലോറുകളിൽ ആരുമില്ലായിരുന്നു. സെക്യൂരിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3-ാം നിലയിൽ മാത്രം ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു എന്ന് സെക്യൂരിറ്റി പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ അവിടെ ലൈറ്റൊന്നുമില്ലായിരുന്നു സാർ. ഇൻസ്പെക്ടർ അലക്സ് ആ മൃതദേഹത്തെ ഉറ്റുനോക്കി. ആ പെൺകുട്ടിയുടെ മുഖം മരണഭയത്താൽ മരവിച്ചിരുന്നു. എന്തോ കണ്ടു ഭയന്നതുപോലെ കണ്ണുകൾ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അത് ആത്മഹത്യ ചെയ്ത ഒരാളുടെ നോട്ടമല്ലെന്ന് അലക്സിന് തോന്നി. വേഗം ആംബുലൻസിൽ കയറ്റി പോസ്റ്റ്മോർട്ടത്തിലടിക്കൂ. ഉടനെ ആ 3-ാം നില പരിശോധിക്കൂ. CCTV ദൃശ്യങ്ങളെല്ലാം സെക്യൂരിറ്റിയെയും കൂട്ടി പരിശോധിക്കൂ. കെട്ടിടത്തിനു ചുറ്റും ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കണം എന്ന് അദ്ദേഹം ഉത്തരവിട്ടു. ഫോറൻസിക്കും അവിടെ എത്തിയിരുന്നു. മരിച്ച പെൺകുട്ടിയുടെ ID കാർഡ് കോൺസ്റ്റബിൾ അലക്സിനെ കാണിച്ചു. പേര് സന്ധ്യ, ഭർത്താവിന്റെ പേര് ബാലചന്ദ്രൻ. ID കാർഡ് കണ്ട നിമിഷം ഇൻസ്പെക്ടർ അലക്സ് ഞെട്ടിപ്പോയി. അദ്ദേഹം ഉടൻ തന്നെ മൊബൈലെടുത്ത് സുഹൃത്തായ ബാലചന്ദ്രനെ വിളിച്ചു. അരമണിക്കൂറിനുള്ളിൽ ബാലചന്ദ്രൻ അവിടെ എത്തി. അദ്ദേഹം ഭാര്യയോട് മൃതദേഹം കണ്ട് വാവിട്ട് കരഞ്ഞു. ബാല, എന്നോട് ക്ഷമിക്കണം. മുഖം കണ്ടപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ID കാർഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത്, അലക്സ് സങ്കടത്തോടെ പറഞ്ഞു. അവൾക്ക് ഒരാഴ്ചയായി വളരെ അസ്വസ്ഥയായിരുന്നു. ഓഫീസിൽ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞിരുന്നു. അതും ഓണറുമായി എന്തോ പ്രശ്നമുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ജോലിയിൽ ഇതൊക്കെ സാധാരണമാണെന്ന് പറഞ്ഞ് ഞാനത് കാര്യമാക്കിയില്ല. ഇപ്പോൾ നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കാനുമെന്ന് എനിക്കറിയില്ല ബാല, അലക്സ് പറഞ്ഞു. എനിക്ക് പരിചയമുള്ള ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ കേസ് തെളിയിക്കാം. ഇതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഉടൻ കണ്ടെത്താം. അലക്സ് ഉറപ്പു നൽകി. അദ്ദേഹം ഉടൻ തന്നെ ഡിറ്റക്റ്റീവ് രാഘവനെ വിളിച്ചു. ഹലോ, രാഘവൻ എവിടെയാണ്? ഒരു വലിയ പ്രശ്നമുണ്ട്. ട്രിവാൻഡ്രം IT കമ്പനിയിൽ എന്റെ സുഹൃത്തിന്റെ ഭാര്യ മുകളിൽ നിന്ന് ചാടി മരിച്ചു. ഇതൊരു കൊലപാതകമാണെങ്കിൽ പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഉടനെ വരണം. ഞാൻ 2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്താം. ലൊക്കേഷൻ അയച്ചു തരൂ. സഹായി ശ്രീധരനൊപ്പം രാഘവൻ ട്രിവാൻഡ്രത്തേക്ക് കുതിച്ചു. അതേസമയം വീട്ടിൽ കിഷോറിന് ഉറക്കം വരുന്നില്ലായിരുന്നു. സെക്യൂരിറ്റി കണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അവന്റെ മനസ്സിൽ മുഴങ്ങി. ഓണറുടെ അമ്മാവൻ ശരവണൻ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതിനെക്കുറിച്ച് അവനും കേട്ടിരുന്നു. ഇൻസ്പെക്ടർ അലക്സ് പരിശോധന തുടരുന്നതിനിടയിൽ വോക്കി ടോക്കിയിൽ ഒരു സന്ദേശം വന്നു. ഹലോ, കൺട്രോൾ റൂം. വെമ്പായത്തേക്കുള്ള വഴിയിൽ 10 കിലോമീറ്റർ മാറി റോഡരികിലൊരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നു. വോക്കി ടോക്കിയിലെ സന്ദേശം കേട്ട് അലക്സ് ഞെട്ടി. 2 മണിക്കൂറിനുള്ളിൽ അടുത്ത മരണം. അദ്ദേഹം ചുമതല സബ് ഇൻസ്പെക്ടറെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു. അതേസമയം ഡിറ്റക്റ്റീവ് രാഘവനും ശ്രീധറും അവിടെയെത്തി. രാഘവൻ, നിങ്ങൾ വന്നത് നന്നായി. കുറച്ചുനേരം ഈ കേസൊന്ന് നോക്കൂ. കളക്കാട് റോഡിൽ മറ്റൊരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ അതൊന്നു പോയി നോക്കട്ടെ എന്നു പറഞ്ഞ് അലക്സ് പോയി. സബ് ഇൻസ്പെക്ടർ രാഘവനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. മരിച്ച പെൺകുട്ടിയുടെ പേര് സന്ധ്യ. 3-ാം നിലയിലെ IT കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. രാഘവൻ അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. അതേസമയം കളക്കാട് റോഡിലെത്തിയ അലക്സ് 2-ാമത്തെ മൃതദേഹം കണ്ടു. കഴുത്തിൽ കത്തികൊണ്ട് ആഴത്തിൽ മുറിവേറ്റ നിലയിലായിരുന്നു ആ പെൺകുട്ടിയുടെ മൃതദേഹം. ഇതൊരു കൊലപാതകമാണെന്നുറപ്പായി. ഒരേ സമയം 2 ദുരൂഹ മരണങ്ങൾ, 2ഉം സ്ത്രീകൾ. ഡിറ്റക്റ്റീവ് രാഘവൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. രാത്രി 10 മണിക്ക് IT കമ്പനി ഉടമ ജ്യോതിമണിയുടെ അമ്മാവൻ ശരവണൻ കാറിൽ വന്നിറങ്ങി സന്ധ്യയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടു. പിന്നീട് 12:30 ശരവണൻ തനിയെ കാറിൽ കയറി വേഗത്തിൽ പോകുന്നതും 1 മണിയോടെ സന്ധ്യ താഴേക്ക് വീഴുന്നതും CCTVയിൽ പതിഞ്ഞിരുന്നു. ഇതാരാണ്? പെൺകുട്ടി മരിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇയാൾ മാത്രം ധൃതിയിൽ പോയല്ലോ എന്ന് രാഘവൻ ചോദിച്ചു. ഇത് ഓണറുടെ അമ്മാവൻ ശരവണനാണ്, സെക്യൂരിറ്റി പറഞ്ഞു.
അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞ് കമ്പനിയുടമ ജ്യോതിമണി അവിടെ എത്തി. അദ്ദേഹം എൻ്റെ അമ്മാവനാണ്. അർജന്റായിട്ടൊരു കമ്പനിയിലൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സന്ധ്യ പറഞ്ഞിട്ടാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. ജോലി കഴിഞ്ഞാൽ പൊയ്ക്കോളാമെന്ന് അവൾ പറഞ്ഞതുകൊണ്ട് അമ്മാവൻ തിരിച്ചു പോയതാണ്. പോലീസാണ് എന്നെ വിളിച്ചത്, അതുകൊണ്ടാണ് ഞാൻ വേഗം വന്നത്, ജ്യോതിമണി പറഞ്ഞു. ജ്യോതിമണിയുടെ കണ്ണുകളിൽ ഭയവും എന്തോ ഒളിക്കുന്ന പോലെയും രാഘവൻ ശ്രദ്ധിച്ചു. പിറ്റേന്ന് രാവിലെ IT കമ്പനിയിൽ സന്ധ്യ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കിഷോറിനും മെസ്സേജ് വഴി വിവരം ലഭിച്ചു. കിഷോർ ഞെട്ടിത്തരിച്ചുപോയി. അന്ന് രാത്രി സെക്യൂരിറ്റി കണ്ണനോട് ശരവണനെക്കുറിച്ച് ചോദിച്ചതും ഇപ്പോൾ സന്ധ്യയുടെ മരണവും എല്ലാം തമ്മിൽ ബന്ധമുണ്ടെന്ന് അവന് തോന്നി. അവൻ ഉടൻ സുഹൃത്ത് മനുവിനെ വിളിച്ചു. എടാ മനു, എന്താ സംഭവിച്ചത്? സന്ധ്യ മാഡം എങ്ങനെയാ മരിച്ചത്? അവൻ സങ്കടത്തോടെ ചോദിച്ചു. എന്താ നടന്നതെന്ന് അറിയില്ലടാ. ഇന്നലെ രാത്രി വർക്കുണ്ടെന്ന് പറഞ്ഞു വന്നതാണ്. ആ ഭ്രാന്തൻ, കമ്പനി ഓണർ ജ്യോതിമണിയുടെ അമ്മാവൻ ശരവണൻ, അവനാണ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയില്ല. മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതാണെന്നാണ് പറയുന്നത്, മനു പറഞ്ഞു. ഇത് കേട്ടതും കിഷോർ ആകെ ഭയന്നുപോയി. ശരവണൻ സ്ത്രീകളോട് പെരുമാറുന്ന രീതി കിഷോറിന് നേരത്തെ അറിയാം. തീർച്ചയായും സന്ധ്യയുടെ മരണത്തിനു പിന്നിൽ ശരവണൻ തന്നെയാകുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഫോണിലൂടെ മനു സംസാരം തുടർന്നു. പുതിയൊരു ഡിറ്റക്റ്റീവ് വന്നിട്ടുണ്ട്. അയാളിപ്പോൾ ഓഫീസിൽ അന്വേഷണം നടത്തുന്നുണ്ട്. നീ 3 മണിക്ക് വരുമല്ലോ. എന്തായാലും നിന്നോടും ചോദിക്കും. നീയും ആ ശരവണന്റെ പേര് ഡിറ്റക്റ്റീവിനോട് പറഞ്ഞേക്ക്. അവൻ കുടുങ്ങട്ടെ. അവൻ കുടുങ്ങിയാലേ ഈ ഓഫീസിലുള്ള പല പെൺകുട്ടികളുടെയും ജീവിതം രക്ഷപ്പെടൂ, മനു പറഞ്ഞു. തീർച്ചയായും പറയാം എന്നു പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. മനസ്സാകെ കലങ്ങിയ അവസ്ഥയിൽ സന്ധ്യയെ ഓർത്ത് അവൻ വിഷമിച്ചു. അന്ന് ഭക്ഷണം പോലും കഴിച്ചില്ല. എപ്പോഴാണ് സമയം 3 മണിയാവുക എന്നും പോലീസിനോട് വിവരം പറയാമെന്നോർത്ത് അവന്റെ മനസ്സ് തുബിച്ചുകൊണ്ടിരുന്നു. പതിവ് പോലെ ഉച്ചയ്ക്ക് 2:30 കിഷോർ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പുറപ്പെട്ടു. പകൽ വെളിച്ചവും വെയിലും ഉണ്ടായിരുന്നെങ്കിലും അവന്റെ മനസ്സിലെ ഇരുട്ടു മാറിയില്ല. ബൈക്കിൽ പോകുമ്പോൾ മുമ്പ് ആ കുട്ടിയെ കണ്ട സ്ഥലത്ത് ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് കണ്ടു. മെല്ലെ വണ്ടി നിർത്തി അവൻ അടുത്തുള്ളൊരു വയോധികനോട് എന്താ കാര്യം, പോലീസ് നിൽക്കുന്നല്ലോ എന്നു ചോദിച്ചു. അടുത്ത ഗ്രാമത്തിലുള്ളൊരു പെൺകുട്ടി. ആ കുട്ടിയുടെ ശവശരീരം ഇവിടെ കിടക്കുന്നത് കണ്ടു. ആരോ കൊന്നിവിടെ ഇട്ടിട്ട് പോയതാണെന്ന് തോന്നുന്നു എന്നു പറഞ്ഞ് ആ വയോധികൻ ഗ്രാമത്തിന്റെ പേരും കിഷോറിനോട് പറഞ്ഞു. കിഷോറിന്റെ കണ്ണുകളിൽ ഒരു ഭയം നിഴലിച്ചു. അവിടെ നിന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത കിഷോർ അതൊന്നും കാര്യമാക്കാതെ ഓഫീസിലേക്ക് വേഗത്തിൽ വണ്ടി ഓടിച്ചു. ബൈക്ക് പാർക്കിങ്ങിൽ വെച്ചിട്ട് ശരവണനെക്കുറിച്ച് പോലീസിനോട് പറയണമെന്ന ആവേശത്തിൽ അവൻ 3-ാം നിലയിലേക്ക് പോവുകയായിരുന്നു. അവനെതിരെ പടികളിറങ്ങി ഡിറ്റക്റ്റീവ് രാഘവൻ വേഗത്തിൽ വരുന്നുണ്ടായിരുന്നു. രാഘവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. കിഷോർ രാഘവനെ കടന്ന് മുകളിലേക്ക് കയറി. സംസാരിച്ചുകൊണ്ട് തന്നെ രാഘവൻ കിഷോറിനെ കടന്നുപോയി. പറയൂ അലക്സ്, എന്തായി? ഇന്നലെ രാത്രി റോഡരികിൽ ഒരു ശവശരീരം കിടക്കുന്നെന്ന് പറഞ്ഞു പോയിരുന്നല്ലോ, രാഘവൻ ചോദിച്ചു. അത് വേറെയാണ് രാഘവൻ. റോഡരികിലൊരു ശവശരീരം കിടപ്പുണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോൾ അത് വേമ്പായത്തിനടുത്തുള്ളൊരു ചെറിയ ഗ്രാമത്തിലെ പെൺകുട്ടിയുടെ മൃതദേഹമാണെന്നറിഞ്ഞോ? ഇതിൽ സങ്കടകരമായ കാര്യമെന്തെന്നാൽ 1 മാസം മുൻപ് ആ മരിച്ച പെൺകുട്ടിയുടെ കുഞ്ഞ് കെട്ടിടത്തിനു മുകളിൽ നിന്ന് വീണു മരിച്ചിരുന്നു. ആ കുട്ടിക്ക് ഭർത്താവില്ല. ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട്. നാട്ടിൽ ആരെങ്കിലും പുതുതായി വന്നിരുന്നോ എന്ന് നാട്ടുകാരോട് ചോദിച്ചു. ആരോ ഒരു പയ്യൻ ഗ്രാമത്തിൽ വന്ന് ആ പെൺകുട്ടിയെപ്പറ്റി അന്വേഷിച്ചതായി അവർ പറയുന്നു. അവൻ ആ പെൺകുട്ടിയുടെ വീട്ടിലും പോയിരുന്നത്രേ. ആ ചെറുഗ്രാമത്തിൽ മൊത്തം 50 കുടുംബങ്ങളേയുള്ളൂ. അവരുടെ വീണ്ടും ആ പയ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പറ്റുമെന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് പെട്ടെന്ന് തെളിയുമെന്ന് കരുതുന്നു, ഇൻസ്പെക്ടർ അലക്സ് പറഞ്ഞു. ശരി ഇൻസ്പെക്ടർ, നിങ്ങൾ ആ കേസ് നോക്കൂ. ഞാനിവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സംശയം മുഴുവൻ ഈ കമ്പനി ഓണറുടെ അമ്മാവൻ ശരവണന്റെ മേലെയാണ്. ശരവണനോട് ഇന്നലെ രാത്രി സംസാരിച്ചു. അയാൾ ആ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് ഓഫീസിൽ വിട്ടു. ബാക്കി വേറൊന്നും എനിക്കറിയില്ല എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള സ്റ്റാഫെല്ലാം പറയുന്നത് ശരവണൻ അത്ര ശരിയല്ല എന്നാണ്. അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ എന്തെങ്കിലും സത്യം പുറത്തുവരും. ഇൻസ്പെക്ടർ അലക്സിന്റെ ശബ്ദം താഴ്ന്നു. രാഘവൻ തെറ്റിദ്ധരിക്കരുത്. ആ കമ്പനി ഓണറുടെ കയ്യിൽ നിറയെ പണമുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് വാറണ്ടില്ലാതെ അവന്റെ മാമനെ അറസ്റ്റ് ചെയ്യാൻ ഓണർ ജ്യോതിമണി സമ്മതിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കൂ.
ശരി ഇൻസ്പെക്ടർ എന്നു പറഞ്ഞ് രാഘവൻ ഫോൺ വെച്ചു. അദ്ദേഹം തന്റെ സഹായി ശ്രീധരനെ തെരഞ്ഞു. ശ്രീധർ രാഘവന് മുന്നിൽ വന്നു നിന്നു. എന്താ ശ്രീധർ, എന്തെങ്കിലും തെളിവ് കിട്ടിയോ എന്ന് ചോദിച്ചു. ശ്രീധർ തല താഴ്ത്തി നിന്നു. ഒന്നുമില്ല എന്നതായിരുന്നു അവന്റെ ഭാവം. ശരി ശ്രീധർ, 3 മണിക്ക് ഈ കമ്പനിയിലൊരു ഷിഫ്റ്റുണ്ടല്ലോ, ആ ഷിഫ്റ്റിലുള്ള ആളുകളോട് അന്വേഷിച്ചു നോക്കാം എന്നു പറഞ്ഞ് ഡിറ്റക്റ്റീവ് രാഘവൻ സഹായിയെയും കൂട്ടി IT കമ്പനിയുടെ 3-ാം നിലയിലുള്ള ഓഫീസിലേക്ക് പോയി. രാഘവനും ശ്രീധരും വരുന്നത് കണ്ട ജീവനക്കാർ ഒരുതരം പേടിയോടെയും അങ്കലാപ്പത്തോടെയും സീറ്റുകളിലിരുന്നു. രാഘവൻ അവിടെയുള്ള ഓരോ ജീവനക്കാരോടും തനിച്ച് അന്വേഷണം നടത്തി. സന്ധ്യമേഡം വളരെ ശാന്തയായിരുന്നു. എന്തുപറ്റിയെന്നറിയില്ല എന്നൊരൊറ്റ മറുപടിയാണ് മിക്കവരും പറഞ്ഞത്. ശരവണനെക്കുറിച്ച് സംസാരിക്കാൻ എല്ലാവരും മടിച്ചു. കൃത്യം 3:15 കിഷോർ തന്റെ സീറ്റിലിരുന്നു. അവന്റെ മുഖം ശോകമുഖമായിരുന്നു. ഓഫീസിലെ രേഖകളിൽ നിന്ന് കിഷോറിന്റെ പേര് ശ്രദ്ധിച്ച രാഘവൻ അവനെ തനിച്ചൊരു മുറിയിലേക്ക് കൊണ്ടുപോയി സംസാരിക്കാൻ തുടങ്ങി. പറയൂ, എന്താ നിങ്ങളുടെ പേര്? സാർ, എന്റെ പേര് കിഷോർ. എനിക്ക് സാറിനോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? സന്ധ്യയെപ്പറ്റി നിങ്ങൾക്കെന്തെങ്കിലും അറിയാമോ? അതെ സാർ, സന്ധ്യ മേഡത്തിന്റെ മരണത്തിന് കാരണക്കാരൻ ആരാണെന്ന് എനിക്കറിയാം സാർ. എന്താ പറയുന്നത് കിഷോർ? ആരാണത്? അത് വേറാരുമല്ല സാർ, ഞങ്ങളുടെ ഓണറുടെ അമ്മാവൻ ശരവണനാണ്. അത് മാത്രമല്ല സാർ, ശരവണൻ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് സന്ധ്യ മാഡം എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ വേറൊരാളും ശല്യപ്പെടുത്തിയതായി പറഞ്ഞു. പക്ഷെ അയാളുടെ പേരെന്നോട് പറഞ്ഞില്ല. തീർച്ചയായും ശരവണൻ തന്നെയായിരിക്കണം സന്ധ്യ മാഡത്തിന്റെ മരണത്തിന് കാരണം. കിഷോറിന്റെ ഈ നേരിട്ടുള്ള ആരോപണം രാഘവനെ ഞെട്ടിച്ചു. സാർ, അവൻ വളരെ മോശക്കാരനാണ് സാർ. പെൺകുട്ടികളോട് മോശമായി സംസാരിക്കും. ഇതൊരു പതിവാക്കി വെച്ചിരിക്കുകയാണ്. ഇവൻ കാരണം ഇവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. കഷ്ടപ്പെടുന്ന കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ ജോലിക്കെടുത്തിട്ട് അവരോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുകയാണ് സാർ. നിങ്ങൾ ശരിക്കും അന്വേഷിച്ചാൽ പല പെൺകുട്ടികളുടെയും ജീവിതം രക്ഷിക്കാം സാർ. രാഘവൻ കിഷോറിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവനിലുള്ള ഉറപ്പ് അദ്ദേഹം മനസ്സിലാക്കി. ഈ കാര്യം വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് രാഘവൻ ചോദിച്ചു. അതെ സാർ, 3 ദിവസം മുമ്പ് ഇവിടെ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി കണ്ണനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അയാളുടെ സ്വഭാവം ശരിയല്ലെന്ന് കണ്ണൻ തന്നെ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് സാർ. നിങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ, സത്യമറിയാൻ പറ്റും, കിഷോർ പറഞ്ഞു. കിഷോറിന്റെ മൊഴി രാഘവന്റെ സംശയം ശരവണന്റെ നേർക്ക് തിരിച്ചു. അവിടെയുണ്ടായിരുന്ന സഹായി ശ്രീധരനോട് അദ്ദേഹം സംസാരിച്ചു. ശ്രീധർ, സെക്യൂരിറ്റി കണ്ണനെ കാണണമെന്ന് പറയൂ. അദ്ദേഹം ഇപ്പോൾ ഡ്യൂട്ടിയിലുണ്ടെങ്കിൽ ഉടനെ വരാൻ പറയൂ. രാഘവൻ ഉത്തരവിട്ടു. ശ്രീധർ വേഗത്തിൽ സെക്യൂരിറ്റി റൂമിലേക്ക് പോയി. മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ഭാരമൊഴിഞ്ഞ ആശ്വാസത്തോടെ കിഷോർ ഓഫീസിലെ ജോലി തുടർന്നു. ഇനി സത്യം പുറത്തുകൊണ്ടുവരേണ്ട ചുമതല രാഘവന്റേതാണെന്ന് അവന് വിശ്വസിച്ചു. രാഘവൻ കുറച്ചുനേരം ആ കമ്പനിക്ക് ചുറ്റും നടന്നു. ശരവണനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറത്തുവരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. രാത്രി 9 മണി. തുടർച്ചയായ ജോലി കാരണം കിഷോറിന് ക്ഷീണവും തലവേദനയും അനുഭവപ്പെട്ടു. രാഘവനോട് കാര്യങ്ങൾ പറഞ്ഞതിൽ ആശ്വാസമുണ്ടെങ്കിലും സന്ധ്യയുടെ മരണം അവനെ അലട്ടുന്നുണ്ടായിരുന്നു. ജോലിയിൽ നിന്ന് ചെറിയൊരിടവേള അവനാവശ്യമായിരുന്നു. അവൻ ഓഫീസിന് പിന്നിലുള്ള റെസ്റ്റ് റൂമിലേക്ക് പോയി. പുറത്തിറങ്ങി അവൻ 3-ാം നിലയുടെ പിന്നിൽ താഴെയുള്ള പാർക്കിംഗ് ഏരിയയ്ക്ക് പിറകിലുള്ള ഇരുണ്ട സ്ഥലത്തേക്ക് നോക്കി. ആ വലിയ കെട്ടിടത്തിന് പിന്നിൽ നിഴൽ വീണ സ്ഥലത്ത് ആരോ നിൽക്കുന്നതുപോലെ അവന് തോന്നി. അവൻ കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി. അത് സന്ധ്യ മേഡം. അവന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. അവൻ എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. എന്തോ ഒരു പ്രേരണയാൽ അവൻ വേഗത്തിൽ പടികളിറങ്ങി. കൃത്യം ആ സ്ഥലത്തിനടുത്തു വന്നു നിന്നു. അവിടെ നിന്നിരുന്ന രൂപം അവൻ വരുന്നത് അറിഞ്ഞതുപോലെ മെല്ലെ തിരിഞ്ഞു നിന്നു. ഇത് സന്ധ്യാമേഡം തന്നെ. തല കുനിഞ്ഞിരിക്കുകയായിരുന്നു. കഴുത്തിലുണ്ടായിരുന്ന ID കാർഡ് രക്തക്കറയോടെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. സന്ധ്യാമേഡം എന്നവൻ മെല്ലെ വിളിച്ചു. ആ രൂപം മെല്ലെ തിരിഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ടായിരുന്നു. തലയുടെ ഒരു വശത്ത് തറയിൽ ഇടിച്ചതുപോലെ രക്തമൊലിച്ചിറങ്ങി ഉണങ്ങിയിരുന്നു. അവളുടെ നോട്ടം ശൂന്യവും ദയനീയവുമായിരുന്നു. ആ സ്ത്രീ നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു, "എന്നെ കൊന്നുകളഞ്ഞു കിഷോർ." കിഷോർ പേടിച്ചു മരവിച്ചുപോയി. ഈ ശബ്ദം കേട്ടതും അവൻ അലറിക്കരഞ്ഞു. ജീവനം കൊണ്ടവൻ ഓടി. IT കമ്പനിയുടെ മുൻവശത്ത് വന്നു നിന്നു. നെഞ്ചിൽ കൈവച്ച് കിതച്ചു. അപ്പോൾ തണുത്ത കാറ്റ് വീശുകയും ആകാശത്തുനിന്ന് വലിയൊരു മഴത്തുള്ളി അവന്റെ മേൽ വീഴുകയും ചെയ്തു. അവൻ തലയുയർത്തി നോക്കി. സന്ധ്യ മരത്തിന്റെ അറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു.
അവളുടെ മുഖത്തിപ്പോൾ കണ്ണീരില്ല, പകരം ഒരു ഞെട്ടിക്കുന്ന ചിരിയായിരുന്നു. കിഷോർ അലറിക്കൊണ്ട് കണ്ണുകൾ ഇറുക്കിയടച്ചു. 2 നിമിഷം കഴിഞ്ഞ് അവൻ കണ്ണു തുറന്നു നോക്കി. അവിടെ ആരുമില്ലായിരുന്നു. രക്തമില്ല, മൃതദേഹമില്ല, സന്ധ്യയുടെ രൂപവുമില്ല. ചുറ്റും ഓഫീസിലെ വെളിച്ചം മാത്രം. കിഷോർ ആകെ ആശയക്കുഴപ്പത്തിലായി. ആദ്യം ആ കുട്ടിയെ കണ്ടു, ഇപ്പോൾ സന്ധ്യയുടെ രൂപവും കാണുന്നു. സംശയമില്ല, എനിക്കെന്തോ അമാനുഷിക ശക്തിയുണ്ടെന്ന് തോന്നുന്നു. ഈ കാര്യം ഞാൻ ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ. എന്താ ചെയ്യുക? കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ അവനോർത്തു. മരിച്ച കുട്ടിയുടെ അമ്മയെ കാണാൻ പോയിരുന്നു. പക്ഷെ പിറ്റേന്ന് രാത്രി ബൈപ്പാസ് റോഡിൽ ആ അമ്മ മരിച്ചു കിടക്കുന്നു. ഒരുപക്ഷേ ആ കുട്ടിയുടെ മരണത്തിന് അമ്മ കാരണമായിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും ആ കുട്ടി അമ്മയെ കൊന്നത്. അങ്ങനെ നോക്കിയാൽ സന്ധ്യ മേഡത്തിന്റെ മരണത്തിന് കാരണം ശരവണലാണ്. അപ്പോൾ ശരവണൻ തീർച്ചയായും മരിക്കാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇൻസ്പെക്ടർ അലക്സ് വേമ്പായം റോഡിൽ കണ്ട മൃതദേഹത്തെക്കുറിച്ചുള്ള ചിന്തയിലും രാഘവൻ സന്ധ്യയുടെ മരണത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പത്തിലുമായിരുന്നു. സമയം രാത്രി 10 മണി. ട്രിവാൻഡ്രം സിറ്റി പോലീസ് സ്റ്റേഷനിൽ ഇരുവരും ഇരിക്കുകയായിരുന്നു. മുന്നിലെ മേശപ്പുറത്ത് ആവി പറക്കുന്ന 2 ചായക്കപ്പുകളുണ്ടായിരുന്നു. രാഘവൻ, സന്ധ്യയുടെ മരണകാരണം വല്ലതും കണ്ടുപിടിക്കാൻ പറ്റിയോ? അലക്സ് ചോദിച്ചു. ഇല്ല അലക്സ്, തെളിവൊന്നും കിട്ടിയില്ല. പക്ഷേ സന്ധ്യ തന്നോടൊപ്പം ജോലി ചെയ്യുന്നൊരു പയ്യനോട് ശരവണൻ ശല്യപ്പെടുത്തുന്നതായി പറഞ്ഞിട്ടുണ്ട്. ശരവണൻ മാത്രമല്ല, വേറെ ആരോ കൂടെ ശല്യപ്പെടുത്തുന്നതായും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാളുടെ പേര് പറഞ്ഞിട്ടില്ല. അലക്സ് ചായ കുടിച്ചുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു. ശരവണനെ ശരിക്ക് ചോദ്യം ചെയ്താൽ സത്യം പുറത്തുവരും. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ തെളിവ് വേണം. ഇല്ലെങ്കിൽ കമ്പനി ഓണർ ജ്യോതിമണി അവനെ പുറത്തിറക്കും. രാഘവൻ തുടർന്നു. ആ ജ്യോതിമണി അമ്മാവിനെ രക്ഷിക്കാൻ എത്ര പണം വേണമെങ്കിലും ചെലവാക്കും. അന്ന് രാത്രി സന്ധ്യയെ ശരവണൻ തന്നെയാണ് ഓഫീസിൽ കൊണ്ടുവന്നത്. CCTVയിൽ അതുണ്ട്. പക്ഷെ അവൻ പോയ ശേഷമാണ് സന്ധ്യ മരിച്ചത്. അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞ് അവർ കേസ് തിരിച്ചുവിടും. എന്തെങ്കിലും ശക്തമായ തെളിവ് കിട്ടിയാലേ ശരവണനെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇതിനിടയിൽ രാഘവന്റെ ഫോൺ ബെല്ലടിച്ചു. അസിസ്റ്റന്റ് ശ്രീധറായിരുന്നു. സർ, ഉടനെ IT കമ്പനിയിലേക്ക് വരാമോ? ഇവിടെ കിഷോർ എന്നൊരു പയ്യൻ എന്തൊക്കെയോ പറയുന്നു. അവൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. വേഗം വരൂ സർ, ആരോ മരിക്കാൻ പോവുകയാണെന്ന് കിഷോർ പറയുന്നു. എന്താ? രാഘവൻ ഞെട്ടി എഴുന്നേറ്റു. കിഷോറാണ് ശരവണനെക്കുറിച്ചുള്ള വിവരം തന്നത്. അവൻ എന്തോ പറയുന്നുണ്ടെങ്കിൽ എന്തോ അപകടം നടന്നിട്ടുണ്ടെന്ന് രാഘവൻ മനസ്സിലാക്കി. ഇൻസ്പെക്ടർ അലക്സും രാഘവനും പരസ്പരം നോക്കി. സന്ധ്യയുടെ ഭർത്താവ് ബാലചന്ദ്രനോടും കമ്പനിയിലേക്ക് വരാൻ ഇൻസ്പെക്ടർ പറഞ്ഞു. അവർ ജീപ്പിൽ കയറി വേഗത്തിൽ കമ്പനിയിലേക്ക് തിരിച്ചെത്തി. അവരെത്തിയപ്പോൾ ബാലചന്ദ്രനും അവിടെ എത്തി. മൂവരും കമ്പനിയിലെ കോൺഫറൻസ് ഹാളിലേക്ക് പോയി. അവിടെ കിഷോറും ശ്രീധരുമുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ കിഷോർ എഴുന്നേറ്റു. സർ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. കിഷോറിന്റെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു, പകരം ഒരു വെറി പിടിച്ച വേഗതയായിരുന്നു. സർ, എനിക്ക് തോന്നുന്നത് കുറച്ചു ദിവസത്തിനുള്ളിൽ ശരവണൻ മരിക്കുമെന്ന. ഇത് കേട്ട് മൂവരും ഞെട്ടി. അലക്സ് ദേഷ്യമടക്കാൻ ശ്രമിച്ചു. എന്താ പറയുന്നത്? ശരവണൻ മരിക്കുമെന്നോ? അതെ സർ, സന്ധ്യ മരിക്കാൻ കാരണം അയാളാണ്. സന്ധ്യ മാഡം എന്റെ കൺമുന്നിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ മരണത്തിന് കാരണക്കാരനായ ശരവണനെ വെറുതെ വിടില്ല. തീർച്ചയായും ശരവണൻ മരിക്കും സാർ. എന്താ കിഷോർ ഈ പറയുന്നത്? ആദ്യം ഇങ്ങനെ പൊലമ്പുന്ന നിർത്ത് എന്ന് ഇൻസ്പെക്ടർ അലക്സ് ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ രാഘവൻ അദ്ദേഹത്തെ ശാന്തനാക്കി. ഇൻസ്പെക്ടർ, ഒരു നിമിഷം. കിഷോർ എന്താ പറയാൻ വരുന്നതെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. നീ പറയൂ കിഷോർ. സാർ, എന്നോട് ക്ഷമിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളിൽ നിന്നും മറച്ചുവെച്ചു. ഇന്നലെ രാത്രി വെമ്പായം റോഡിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം നിങ്ങൾ കണ്ടില്ലേ? ആ കുട്ടി സ്വയം മരിച്ചതല്ല. ആ പെൺകുട്ടിയുടെ കുഞ്ഞു തന്നെയാണ് അമ്മയെ കൊന്നതെന്ന് ഞാൻ കരുതുന്നു. ഇത് കേട്ട ഇൻസ്പെക്ടർ അലക്സ് ഞെട്ടി. ആ പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ച് നിനക്കെങ്ങനെ അറിയാം? നിനക്കാ കുട്ടിയെ അറിയാമോ? അതെ സർ, 1 മാസം മുമ്പ് ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു കുട്ടി മുകളിൽ നിന്ന് വീണ് മരിച്ചെന്ന്. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല സർ. ആ കുട്ടിയുടെ ഓർമ്മയായിരുന്നു. ഒരു ദിവസം ഞാൻ കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ആ കുട്ടിയെ കണ്ടു. ഏകദേശം 15 ദിവസത്തോളം രാത്രി കമ്പനി വിട്ടുവരുമ്പോൾ റോഡിൽ ആ കുട്ടി എന്റെ കൺമുന്നിൽ വരുമായിരുന്നു സാർ. എനിക്ക് ആദ്യം ആ കുട്ടിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് മനസ്സിലായത്. വീട്ടിലെ പത്രമെടുത്തു നോക്കിയപ്പോൾ മരിച്ചുപോയ ആ കുട്ടിയെയാണ് ഞാൻ കാണുന്നതെന്ന് തിരിച്ചറിഞ്ഞു. അതു മനസ്സിലായതിന്റെ പിറ്റേന്ന് തന്നെ ഞാൻ ആ ഗ്രാമത്തിൽ പോയി കുട്ടിയുടെ അമ്മയെ കണ്ട് സംസാരിച്ചു. കുട്ടി അറിയാതെ കാൽ വഴുതി വീണതാണെന്നാണ് അവർ പറഞ്ഞത്.
അത് പറയുമ്പോൾ അവരുടെ മുഖത്തൊരു സങ്കടവും ഉണ്ടായിരുന്നില്ല സാർ. അവരുടെ അശ്രദ്ധയാണ് കാരണമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആ കുട്ടിയെ അമ്മയെ കൊന്നതാകാമെന്ന് ഞാൻ പറയുന്നത് സാർ. കിഷോർ, അപ്പോൾ നീയാണോ ആ ഗ്രാമത്തിൽ പോയി ആ പെൺകുട്ടിയെപ്പറ്റി അന്വേഷിച്ചത്? നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. ആ പെൺകുട്ടിയെ നീയാണോ കൊന്നത്? സത്യം പറ. സാർ, എന്നോട് ക്ഷമിക്കണം. എന്നെ സംശയിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാതിരുന്നത്. ഇൻസ്പെക്ടർ അലക്സ് കിഷോറിനെ സംശയിച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ രാഘവൻ ഇടപെട്ടു. ഇൻസ്പെക്ടർ, ഒന്ന് നിൽക്കൂ, ഞാൻ ചോദിക്കാം. കിഷോറിന്റെ പറയുന്നതൊക്കെ വിചിത്രമായിട്ടുണ്ട്. മരിച്ചുകുട്ടി നിന്റെ കൺമുന്നിൽ വരുന്നെന്ന് പറയുന്നു. അതുപോലെ മരിച്ച സന്ധ്യയും നിന്റെ കൺമുന്നിൽ വരുന്നുണ്ടെന്ന് പറയുന്നു. നമുക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ കിഷോർ. സർ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? മരിച്ചുപോയ രണ്ടുപേരും അവരുടെ മരണത്തിന് കാരണക്കാരെ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സന്ധ്യ മാഡത്തിന്റെ മരണത്തിന് കാരണം ശരവണനാണ്. അയാളെ പ്രതികാരം ചെയ്യാൻ തീർച്ചയായും സന്ധ്യ വരും സാർ. കിഷോർ വികാരഭരിതനായി സംസാരിക്കുമ്പോൾ സന്ധ്യയുടെ ഭർത്താവ് ബാലചന്ദ്രൻ ഇടപെട്ടു. എന്റെ ഭാര്യയുടെ മരണത്തിന് ശരവണൻ ഒരു തരത്തിൽ കാരണമാണെങ്കിലും പ്രധാന കാരണം ഓണർ ജ്യോതിമണിയാണെന്നെനിക്ക് സംശയമുണ്ട്. ഓണർ ജ്യോതിമണി ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നതായി എന്റെ ഭാര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാനും എന്റെ ഭാര്യയോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഡിറ്റക്റ്റീവ് രാഘവനും ഇൻസ്പെക്ടർ അലക്സിനും എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കിഷോർ പറയുന്നത് സത്യമാണോ അതോ ഇതൊരു ഭ്രാന്തന്റെ വെറും തോന്നലാണോ എന്ന സംശയം അവർക്ക് തോന്നിത്തുടങ്ങി. കിഷോറിന്റെ വിചിത്രമായ മൊഴിയും ബാലചന്ദ്രന്റെ ഞെട്ടിക്കുന്ന വിവരവും കേട്ട് ഇൻസ്പെക്ടർ അലക്സും ഡിറ്റക്റ്റീവ് രാഘവനും ആകെ ആശയക്കുഴപ്പത്തിലായി. അവർ കിഷോറിനെയും ബാലചന്ദ്രനെയും കോൺഫറൻസ് റൂമിൽ നിന്ന് പുറത്തേക്കയച്ചു. ഇൻസ്പെക്ടർ അലക്സും ഡിറ്റക്റ്റീവ് രാഘവനും അദ്ദേഹത്തിന്റെ സഹായി ശ്രീധരും മാത്രം അവിടെയിരുന്നു സംസാരിക്കാൻ തുടങ്ങി. രാഘവൻ പറഞ്ഞു, അലക്സ്, കിഷോർ പറയുന്നത് നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ശരവണന് സംരക്ഷണം നൽകുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. എന്താ രാഘവൻ പറയുന്നത്? അവനെന്തോ ഭ്രാന്ത് പറയുന്നുവെച്ച് നിങ്ങളും പ്രേതം വന്ന് പ്രതികാരം ചെയ്യുന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇതിന്റെ പേരിൽ സംരക്ഷണം കൊടുക്കണമെന്നാണോ പറയുന്നത്? അലക്സ്, ഒരു നിമിഷം ക്ഷമിക്കൂ. ഞാൻ അവൻ പറഞ്ഞ പ്രേതത്തിന്റെ കാര്യം മാത്രമല്ല, ഞാൻ CCTVയിൽ മറ്റൊരു കാര്യം കണ്ടു. രാഘവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ആ കോൺഫറൻസ് റൂമിൽ എന്തോ രഹസ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു. ഇൻസ്പെക്ടർ അലക്സ് ഒന്നും മിണ്ടാതെ അത്ഭുതവും ഞെട്ടലും കലർന്ന മുഖത്തോടെ അവരെ നോക്കിയിരുന്നു. അതേസമയം രാത്രി 11:30 ജോലി കഴിഞ്ഞ് പാർക്കിങ്ങിലെത്തിയ കിഷോർ തന്റെ ബൈക്കിന്റെ ടയർ പഞ്ചറായത് കണ്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇതുമൊരു മുന്നറിയിപ്പ് പോലെ അവന് തോന്നി. വേറെ വഴിയില്ല. കൃത്യം 11:30 വെമ്പായം ബസ് സ്റ്റാൻഡിൽ നിന്ന് പോകുന്ന അവസാന ബസ് പിടിക്കണം. പഞ്ചറായ വണ്ടി അവിടെ തന്നെ വെച്ചിട്ട് ഇരുണ്ട റോഡിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ പിന്നിൽ തന്റെ നടത്തത്തിനൊപ്പമുള്ള ഒരു നേർത്ത കാൽ പെരുമാറ്റം കേട്ടു. ആരോ തന്നെ പിന്തുടരുന്നതുപോലെ ഒരു തോന്നൽ. വേഗത്തിൽ തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ IT കെട്ടിടത്തിന്റെ നിഴൽ മറയുന്നിടത്ത് ഒരു മങ്ങിയ രൂപം തന്നെ നോക്കി നിൽക്കുന്നത് അവൻ കണ്ടു. അത് വെളിച്ചം വീഴാത്ത നിഴലിൽ കാത്തുനിൽക്കുന്നതുപോലെ തോന്നി. കിഷോർ വേഗത്തിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ ആ രൂപവും അതേ വേഗത്തിൽ 4-5 ചുവടുകൾ വെച്ച് തന്നെ പിന്തുടർന്നു വന്നു. അവൻ വേഗത്തിൽ നടന്നു. കഴിയുന്നത്ര വെളിച്ചത്തിലേക്ക് പോകാൻ ശ്രമിച്ചു. വീണ്ടും തിരിഞ്ഞുനോക്കി. ഇപ്പോൾ ആ രൂപം വെളിച്ചത്തിന്റെ അതിർത്തിയിൽ നിൽക്കുന്നു. അത് വേറെ ആരുമല്ല, സന്ധ്യയുടെ രൂപം. അവൾ തന്നെ പിന്തുടരുകയായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഭയം കാരണം അവൻ ആ റോഡിലൂടെ ഭ്രാന്തനുപോലെ അലറിക്കൊണ്ടോടാൻ തുടങ്ങി. അവന് ഏകാശ്രയം ബസ് സ്റ്റാൻഡ് മാത്രമായിരുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡിലെത്തി അവൻ അവസാന ബസ്സിൽ കയറി. ശരീരം വിറച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കിയടച്ച സീറ്റിലിരുന്നു. ഇവിടെയെങ്കിലും ആ അമാനുഷിക ശക്തി തന്നെ വിട്ടുപോകുമോ എന്നവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. അടുത്തുള്ള കണ്ടക്ടർ വന്ന് ചോദിച്ചപ്പോൾ കിഷോർ കണ്ണു തുറന്ന് ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞു. ടിക്കറ്റ് വാങ്ങി കണ്ടക്ടർ നീങ്ങിയപ്പോൾ അവൻ എതിർവശത്തെ സീറ്റിലേക്ക് നോക്കി. അവിടെ സന്ധ്യ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ അവളുടെ രൂപം കൂടുതൽ ഭയാനകമായിരുന്നു. തലയിലെ മുറിവ് കൂടുതൽ ആഴത്തിൽ കാണപ്പെട്ടു. നേർത്ത തീക്ഷ്ണമായ ചിരിയോടെ പെട്ടെന്ന് തിരിഞ്ഞവനെ നോക്കി. ആ നോട്ടം ഒരു നിശബ്ദമായ താക്കീതുപോലെ അവന് തോന്നി. അവിടെ കണ്ടൊരു നിമിഷം ഞെട്ടിപ്പോയ കിഷോർ തല ജനലിന്റെ ഭാഗത്തേക്ക് തിരിച്ചു. ബസ്സിന്റെ ജനൽച്ചില്ലിൽ മങ്ങിയ രൂപത്തിൽ സന്ധ്യയെ കാണുന്നത് ഒഴിവാക്കാൻ അവന് കഴിഞ്ഞില്ല. അവന്റെ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തുന്നതുവരെ അവൻ അങ്ങോട്ടേ നോക്കിയിട്ടില്ല. സ്റ്റോപ്പ് എത്തിയതും വേഗത്തിലിറങ്ങി അവൻ മലമുകളിലുള്ള തന്റെ വീട്ടിൽ കയറാൻ 15 മിനിറ്റ് എടുത്തു. വേഗത്തിൽ വീട്ടിൽ കയറി വാതിൽ ഇരുമ്പ് കമ്പി കൊണ്ടടച്ചു. കിടപ്പുമുറിയിൽ വന്ന് കസേരയിലിരുന്നൊരു ദീർഘശ്വാസം വിട്ടു. അവന്റെ മനസ്സിലെ ഭയം ഇപ്പോൾ കുറഞ്ഞിരുന്നു. എല്ലാ കാര്യവും പോലീസിനോട് പറഞ്ഞല്ലോ, ഇനി അവർ നോക്കിക്കോളും. ആ ചെറിയ കുട്ടി അമ്മയെ കൊന്നതിന് ശേഷം എന്റെ കൺമുന്നിൽ വന്നിട്ടില്ല. അതുപോലെ ശരവണൻ മരിച്ചാൽ സന്ധ്യാമാടവും എന്റെ കൺമുന്നിൽ വരില്ല എന്നൊരു തരം ഭയവും ആശ്വാസവും കലർന്ന തോന്നലോടെ
കസേരയിൽ ഇരുന്നു തന്നെ ക്ഷീണം കാരണം അവൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ 10 മണി. IT കമ്പനി ഉടമ ജ്യോതിമണിയും അമ്മവൻ ശരവണനും ജ്യോതിമണിയുടെ ആഡംബര വീട്ടിലെ സോഫയിലിരിക്കുകയായിരുന്നു. ശരവണൻ കയ്യിൽ ചാരയുമായി സാധാരണ പോലെ ഇരിക്കുമ്പോൾ ജ്യോതിമണിയുടെ മുഖത്ത് ആശങ്ക നിഴലിച്ചിരുന്നു. എന്താ അമ്മവ നിങ്ങൾ ചെയ്തത്? അവൾ മുകളിൽ നിന്ന് ചാടി മരിക്കാൻ മാത്രം ആ പെൺകുട്ടിയോട് എന്താ സംസാരിച്ചത്? നമ്മുടെ കമ്പനിക്ക് തന്നെ നാണക്കേടായി. ഒന്നുമില്ലടാ, എപ്പോഴും എല്ലാ പെൺകുട്ടികളോടും സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ചത്. അവൾ വഴിക്ക് വരുന്ന ലക്ഷണമില്ലായിരുന്നു. നിനക്ക് കുട്ടികളില്ലല്ലോ, കല്യാണം കഴിഞ്ഞ് 5 വർഷമായല്ലോ, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് കുട്ടികളില്ലാത്ത കാര്യം കുറച്ചെടുത്തു പറഞ്ഞു. ഇതുകൊണ്ടാണ് ആ പെൺകുട്ടി കുറച്ച് വികാരഭരിതയായി മുകളിൽ നിന്ന് ചാടി മരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ജ്യോതിമണിയുടെ മുഖം ദേഷ്യത്താൽ ചുളിഞ്ഞു. എന്താ മാമാ നിങ്ങള്? ഇത്തരം കാര്യങ്ങൾ ഡീല് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് എത്ര തവണ പറയണം? പുതിയൊരു ഡിറ്റക്റ്റീവ് വന്നിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചു വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. കുറച്ച് ശ്രദ്ധിക്കണം മാമാ. എന്നോട് വല്ലാതെ കുറേ ചോദ്യം ചോദിച്ചു. അവൻ എന്നെ മേൽ സംശയം തോന്നിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സംശയം തോന്നാതെ എങ്ങനെ മാമാ? നിങ്ങളൊരു പെൺകുട്ടിയെ വിടാതെ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇനിമേൽ കുറച്ച് ഒതുങ്ങി നിൽക്കണം. ശരി, അത് ഞാൻ നോക്കിക്കോളാം എന്ന് ശരവണൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജ്യോതിമണിക്ക് അവന്റെ ഓഫീസ് മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് കണ്ടതും ജ്യോതിമണിയുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. അതിലെഴുതിയിരുന്ന വരികൾ ഇതായിരുന്നു: സന്ധ്യയുടെ മരണത്തിന് കാരണം നീയാണെന്ന് എനിക്കറിയാം. ഈ വിവരം പുറത്തറിയാതിരിക്കണമെങ്കിൽ വെമ്പായം ബസ് സ്റ്റാൻഡിനടുത്തുള്ള പാരിസ് ഹോട്ടലിലേക്ക് വരൂ. അത് കണ്ട് ജ്യോതിമണിക്ക് അല്പം ഞെട്ടലുണ്ടായി. സന്ധ്യയുടെ മരണത്തിൽ ശരവണൻ ഒരു ഉപകരണമായി മാത്രം ഉപയോഗിക്കപ്പെട്ടതാണ്. പ്രധാന കുറ്റവാളി താനാണെന്ന് ആരോ അറിഞ്ഞിട്ടുണ്ടെന്ന് അവൻ മനസ്സിൽ കരുതി. അതേസമയം ശരവണന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഹലോ ശരവണൻ, ഞാൻ ഇൻസ്പെക്ടർ അലക്സാണ് സംസാരിക്കുന്നത്. എവിടെയാണ്? ഞാൻ ജ്യോതിമണിയുടെ വീട്ടിലുണ്ട്. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചില വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉടനെ സ്റ്റേഷനിലേക്ക് വരൂ എന്നു പറഞ്ഞ് ഇൻസ്പെക്ടർ അലക്സ് ഫോൺ വെച്ചു. എന്താടാ ഇവനിങ്ങനെ പറയുന്നത് എന്ന് ജ്യോതിമണിയോട് ശരവണൻ ചോദിച്ചു. മാമ, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പോയി വരൂ. ഈ ഭീഷണിക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നു പറഞ്ഞ് ശരവണനെ ജ്യോതിമണി പറഞ്ഞയച്ചു. ശരവണൻ കാറെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. അതേസമയം ജ്യോതിമണി തന്നെ കാറെടുത്ത് ഭീഷണി വന്ന വേമ്പായം ബസ് സ്റ്റാൻഡിനടുത്തുള്ള പാരിസ് ഹോട്ടലിലേക്ക് കുതിച്ചു. സന്ധ്യയുടെ മരണത്തിലെ സത്യം മൂടിവെക്കാൻ അവൻ പണം വാരിയെറിയാൻ തയ്യാറായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ അലക്സും ഡിറ്റക്റ്റീവ് രാഘവനും ഇരിക്കുമ്പോൾ ശരവണനും അവിടെ എത്തിച്ചേർന്നു. അവനെ ഉള്ളിലേക്ക് വിളിച്ച് ഒരു കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. അലക്സ് മെല്ലെ പറഞ്ഞു, ഇവനെ പിടിച്ച് ചോദ്യം ചെയ്താൽ എന്തെങ്കിലും സത്യം പുറത്തുവരുമെന്ന് തോന്നുന്നു. ഇവന്റെ വായൊന്ന് തുറപ്പിച്ചു നോക്കാം. ഇവൻ തീർച്ചയായും എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടാവും. അതെ അലക്സ്, ഞാനും ഇത് ചെയ്യണമെന്ന് കരുതിയതാണ്, രാഘവൻ പറഞ്ഞു. രാഘവൻ ശരവണന്റെ നേരെ തിരിഞ്ഞു. പിന്നെ ശരവണൻ, നിങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചില വിവരം ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓഫീസിലെ പെൺകുട്ടികളോട് നിങ്ങൾ മോശമായി സംസാരിക്കുന്നു. അതുകൊണ്ട് ദേഷ്യം വന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ നിങ്ങളെ കൊല്ലാൻ പോകുകയാണെന്നാണ് വിവരം. ഇത് കേട്ട് ശരവണന് അല്പം പേടി തോന്നി. എങ്കിലും അത് പുറത്തു കാണിക്കാതെ ഗമയിൽ സംസാരിക്കാൻ ശ്രമിച്ചു. നിങ്ങളെന്താ സാർ ഇത് പറയുന്നത്? ഈ പോലീസ് സ്റ്റേഷനിലെ SIയെ എനിക്ക് നന്നായിട്ടറിയാം. SI നാഗരാജൻ എവിടെ പോയി എന്ന് അലക്സിനോട് തന്നെ ചോദിച്ചത് അലക്സിന് ദേഷ്യമുണ്ടാക്കി. കണ്ടില്ലേ രാഘവൻ, SIയെ തിരയുന്നത് കണ്ടില്ലേ? ഇവൻ തീർച്ചയായും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. തെറ്റ് ചെയ്യുന്നവനാണ് മുൻകൂട്ടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുന്നത്. അടുത്ത കുറച്ച് നിമിഷങ്ങളിൽ ശരവണനെ അവിടെ ഇരുത്തി. ഉദ്യോഗസ്ഥരുടെ സംസാരത്തിലെ ഭീഷണി മനസ്സിലാക്കിയ ശരവണൻ മിണ്ടാതെയിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ്, സർ ഞാൻ പോയിക്കോട്ടെ എന്ന് ശരവണൻ ചോദിച്ചു. നിങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് ശരവണൻ. നിങ്ങൾ സാധാരണ പോലെ പോകട്ടെ എന്ന് ചോദിക്കുന്നോ? കുറച്ചു സമയം കാത്തിരിക്കൂ, ഞങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചിട്ട് നിങ്ങളെ അയക്കാം. ഇൻസ്പെക്ടർ അലക്സ് ശരവണനോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ഏകദേശം രാത്രി 8 മണിവരെ ശരവണൻ പോലീസ് സ്റ്റേഷനിൽ സംരക്ഷണമെന്ന പേരിൽ നിരീക്ഷണത്തിലായി. പുറത്തു കാത്തിരിക്കുന്ന മരണത്തേക്കാൾ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് തനിക്ക് സുരക്ഷിതമെന്ന് ശരവണനും കരുതി. രാത്രി 8 മണിക്ക് ശരവണന്റെ മൊബൈലിലേക്കൊരു കോൾ വന്നു. അത് ജ്യോതിമണിയുടെ വീട്ടിൽ നിന്നായിരുന്നു. ജ്യോതിമണിയുടെ ഭാര്യയാണ് സംസാരിച്ചത്. ഹലോ ചിറ്റപ്പ, ഞാനാണ്. ചേട്ടൻ രാവിലെ എവിടെയോ പോയി, ഇതുവരെ വീട്ടിൽ വന്നില്ല. ഫോൺ ചെയ്തു നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. എവിടെ പോയെന്നറിയില്ല എന്ന് വിഷമത്തോടെ പറഞ്ഞപ്പോൾ ശരവണന്റെ തലയിൽ ഇടിവെട്ടിയിട്ടതുപോലെയായി.
ജ്യോതിമണിക്ക് ഭീഷണി വന്ന കാര്യം പോലീസിനോട് പറയണമോ എന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് തുടിച്ചുകൊണ്ടിരുന്നു. ഇത് പറഞ്ഞാൽ താൻ കുറ്റവാളിയാണെന്ന് അവർ കരുതുമോ എന്ന് അദ്ദേഹം മടിച്ചു. ആ സമയത്ത് ഡിറ്റക്റ്റീവ് രാഘവൻ ആ വഴി വന്നപ്പോൾ ജ്യോതിമണിക്ക് ഭീഷണി വന്ന കാര്യം ശരവണൻ രാഘവനോട് പറഞ്ഞു. സർ, ഞാൻ ജ്യോതിമണിയുടെ വീട്ടിലിരിക്കുമ്പോൾ സന്ധ്യ എന്ന പെൺകുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ഭീഷണി സന്ദേശം വന്നിരുന്നു സർ. പാരീസ് ഹോട്ടലിലേക്ക് വരാൻ ആ ഭീഷണിക്കാരൻ പറഞ്ഞിരുന്നു. അത് നോക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോയ ജ്യോതിമണി ഇതുവരെ വീട്ടിൽ വന്നില്ലത്രേ. രാഘവൻ ശരവണനെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഭീഷണി സന്ദേശം വന്നെങ്കിൽ നിങ്ങളെന്തു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയല്ലേ അർത്ഥം? അതൊന്നുമല്ല സർ, ഓണറായതുകൊണ്ട് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. അവനെ കാണാൻ പോയ ജ്യോതിമണി ഇതുവരെ വീട്ടിൽ വന്നില്ല സർ. എന്റെ മോനെ കണ്ടുപിടിച്ചു തരൂ സർ. ഇൻസ്പെക്ടർ അലക്സും അതേസമയം അവിടെ എത്തി. ജ്യോതിമണിയെ കാണാതായ വിവരം ശരവണൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും അല്പം ഞെട്ടലുണ്ടായി. അലക്സ്, ഇതെന്താണെന്ന് അന്വേഷിക്കാം. നമുക്കുടനെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം എന്ന് രാഘവൻ പറഞ്ഞു. രാഘവൻ കുറച്ച് ക്ഷമിക്കൂ. ജ്യോതിമണി വേറെ എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ? രാഘവന്റെ മനസ്സ് എന്തോ മന്ത്രിച്ചു. അദ്ദേഹം ശ്രീധരനെ വിളിച്ചു. ശ്രീധർ, നീ ഉടനെ ആ IT കമ്പനിയിൽ പോയി കിഷോറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ എന്ന് പറഞ്ഞു. ശ്രീധർ വേഗത്തിൽ ബൈക്കെടുത്ത് കമ്പനിയിലേക്ക് കുതിച്ചു. അവർ കാത്തിരുന്ന അതേ സമയം സ്റ്റേഷനിലെ മറ്റൊരു ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനായ SI നാഗരാജൻ അവിടെ എത്തി. ശരവണൻ തന്റെ അടുത്ത സുഹൃത്തായ നാഗരാജനെ കണ്ട് ആശ്വാസത്തോടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി സ്വകാര്യമായി സംസാരിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ട ഇൻസ്പെക്ടർ അലക്സ് നാഗരാജനോട് സംശയത്തോടെ ചോദിച്ചു. നാഗരാജൻ, നിങ്ങൾക്ക് ഇയാളെ അറിയാമോ? സർ, ഇദ്ദേഹത്തെ അറിയാതിരിക്കുമോ? ഇദ്ദേഹം വലിയ ബിസിനസ്സുകാരനായ ജ്യോതിമണിയുടെ ബന്ധുവാണ്. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് സർ. SI നാഗരാജൻ പറഞ്ഞ രീതിയിലും ജ്യോതിമണിക്ക് വേണ്ടി സംസാരിച്ചതിലും നാഗരാജൻ എന്തോ ലാഭം കിട്ടുന്നുണ്ടെന്ന് ഇൻസ്പെക്ടർ അലക്സിനും വ്യക്തമായി മനസ്സിലായി. നിയമത്തെ വളച്ചൊടിക്കാൻ മാത്രം നാഗരാജനും ജ്യോതിമണിയും തമ്മിൽ അടുപ്പമുണ്ടെന്ന് ഡിറ്റക്റ്റീവ് രാഘവനും മനസ്സിലാക്കി. രാഘവൻ ഇൻസ്പെക്ടറോട്, ഇവരുടെ കമ്പനിയിൽ എന്തോ തെറ്റ് നടക്കുന്നുണ്ട് അലക്സ്. ഈ SIയുടെ ഒത്താശയോടെ ശരവണനും ജ്യോതിമണിയും ഇത്രയും നാൾ രക്ഷപ്പെട്ടതാണെന്ന് തോന്നുന്നു എന്ന് മെല്ലെ പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിറ്റക്റ്റീവ് രാഘവന്റെ മൊബൈൽ ബെല്ലടിച്ചു. ശ്രീധർ ആയിരുന്നു വിളിച്ചത്. ഫോൺ എടുത്ത് കാതോട് ചേർത്തു. പറയൂ ശ്രീധർ, എന്താ വിളിച്ചത്? കിഷോറിനെ കൂട്ടിക്കൊണ്ടുവന്നോ? സർ, കിഷോറിനെ കൊണ്ടുവരാൻ കഴിയില്ല സർ. അവനിന്ന് ഓഫീസിലേക്ക് വന്നിട്ടില്ല. രാവിലെ വന്നിട്ട് 2 മണിക്കൂർ ഇരുന്നിട്ട് പോയി, ശ്രീധർ പറഞ്ഞു. കിഷോർ ഓഫീസിൽ വരാത്ത വാർത്ത ഇൻസ്പെക്ടർ അലക്സിന്റെയും ഡിറ്റക്റ്റീവ് രാഘവന്റെയും മനസ്സിൽ സംശയമുണ്ടാക്കി. വലിയൊരു അപകട സൂചനയും നൽകി. ഉടനെ അവന്റെ വീട്ടിലേക്ക് പോകണമെന്ന ചിന്ത ഇരുവർക്കും തോന്നി. രാഘവൻ അവിടെയുണ്ടായിരുന്ന കിഷോറിന്റെ സുഹൃത്ത് മനുവിനെയും ഒപ്പം കൂട്ടി. ശരവണനെയും നിരീക്ഷിക്കേണ്ടതുണ്ടായിരുന്നതുകൊണ്ട് അയാളെയും ജീപ്പിൽ കയറ്റി. ഇൻസ്പെക്ടർ അലക്സ്, ഡിറ്റക്റ്റീവ് രാഘവൻ, ശ്രീധർ, മനു, ശരവണൻ എന്നിവർ 5 പേരും അവിടെ നിന്ന് പുറപ്പെട്ടു. ട്രിവാൻഡ്രം ഹൈവേയിലൂടെ അവരുടെ വാഹനം ചീറിപ്പാഞ്ഞു. കുറച്ചു നേരത്തിനുള്ളിൽ കിഷോറിന്റെ വീട്ടിലേക്കുള്ള മലയടിവാരത്തിൽ അവരെത്തി. മലയിൽ നിന്ന് ആ ചെറിയ വഴിയിലൂടെ മുകളിലെത്താൻ 10 മിനിറ്റെടുത്തു. കിഷോറിന്റെ വീട്ടിലെത്തി വാതിലിൽ തട്ടി. പക്ഷേ വാതിൽ തുറന്നില്ല. ഏകദേശം 10 മിനിറ്റോളം തട്ടി. ഇനി കൂടുതൽ ക്ഷമിക്കാൻ കഴിയില്ലെന്ന് തീരുമാനിച്ച അവർ വാതിൽ പൊളിക്കാമെന്ന് കരുതി. അലക്സ് ആഞ്ഞു ചവിട്ടിയപ്പോൾ വാതിൽ തുറന്നു. ഉള്ളിൽ കിടപ്പുമുറിയിൽ കസേരയിലിരിക്കുകയായിരുന്ന കിഷോർ ഇവരെ കണ്ടതും ഞെട്ടി അവിടെ തന്നെ ബോധം കെട്ടുവീണു. അവന്റെ കണ്ണുകളിൽ ഭീതി തളം കെട്ടിയിരുന്നു. ഉടനെ ആംബുലൻസ് വിളിച്ച ഇൻസ്പെക്ടർ അലക്സ് കിഷോറിനെ ആശുപത്രിയിലെത്തിക്കാൻ ഏർപ്പാടുകൾ ചെയ്തു. കിഷോറിന്റെ സുഹൃത്ത് മനു അവനെ ശുശ്രൂഷിക്കുമ്പോൾ ശരവണൻ ഒരറ്റത്ത് പേടിയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ് രാഘവന് ആ വീടിന്റെ ഘടനയും കിഷോറിന്റെ മുറിയിൽ പരന്നുകിടന്ന തണുപ്പും വിചിത്രമായി തോന്നി. അദ്ദേഹം വീട് മുഴുവൻ ചുറ്റി നടന്നു. എല്ലാ ഭാഗത്തേക്കും നോക്കി. വീട്ടിനുള്ളിൽ നിന്നും വേറൊന്നും കിട്ടാത്തതുകൊണ്ട് അവിടെ നിന്ന് പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ രാഘവൻ വീണ്ടും കിഷോറിന്റെ മുറിയിൽ കയറി അവൻ ഇരുന്നിരുന്ന കസേരയിൽ, അതായത് ജനലിന് നേരെയായിരുന്ന കസേരയിൽ ഇരുന്നു. അപ്പോൾ രാഘവൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവിടെ കത്തിക്കൊണ്ടിരുന്ന ഒരു ചെറിയ വിളക്കിന്റെ വെളിച്ചത്തിൽ ജനലിനു പുറത്തു മുറ്റത്തുണ്ടായിരുന്ന ഒരു പഴയ കിണർ അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു. ആ കിണറ്റിന്റെ നടുവിൽ ഒരു തടിച്ച കയർ ആഴത്തിൽ താഴേക്ക് പോകുന്നത് അദ്ദേഹം സൂക്ഷ്മമായി ശ്രദ്ധിച്ചു. കിണറ്റിന്റെ മുകളിലെ വളവിൽ ഒരു ഇരുമ്പുകമ്പി തിരുകി അതിൽ കയർ കെട്ടി തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. രാഘവൻ ശ്രീധരനെയും കൂട്ടി ആ കിണറ്റിനടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം നിലച്ചുപോകുന്നതുപോലെ തോന്നി. ആ വിളക്കിന്റെ വെളിച്ചത്തിൽ കയറിന്റെ മറ്റേ അറ്റത്ത് IT കമ്പനി മുതലാളി ജ്യോതിമണിയുടെ 2 കൈകളും ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു. കൈകൾ കെട്ടി തല താഴേക്ക് തൂങ്ങി അദ്ദേഹം കിണറ്റിനുള്ളിൽ കിടക്കുന്നു. കിണറ്റിന്റെ അടിയിലെ വെള്ളം അദ്ദേഹത്തിന്റെ കാലിൽ തൊടുന്നില്ല. ഒരുതരം അമാനുഷികത കലർന്ന ക്രൂരതയോടെ അദ്ദേഹം തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ അലക്സിനെ വിളിച്ച് രാഘവൻ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു.
ഓടിവന്ന ഇൻസ്പെക്ടർ അലക്സ് ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അദ്ദേഹത്തിനുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗമ മാറി ഭയമായി മാറി. അലക്സ്, ഇയാൾ ജീവനോടെ ഉണ്ടോ എന്നറിയില്ല. കയർ മുകളിലേക്ക് വലിച്ചു നോക്കാം, രാഘവൻ പറഞ്ഞു. കയർ പിടിച്ചു വലിക്കൂ സർ, ശ്രീധർ പറഞ്ഞു. രാഘവൻ, ഇൻസ്പെക്ടർ അലക്സ്, ശ്രീധർ മൂവരും ചേർന്ന് ആ കയർ വലിച്ചപ്പോൾ ശരവണനും അവിടെ എത്തി. കിണറ്റിലേക്ക് എത്തിനോക്കിയ ശരവണൻ ഞെട്ടിവിറച്ചു. തന്റെ ജീവന് ഭീഷണിയുണ്ടാകും എന്ന് കരുതിയ ശരവണൻ ഇപ്പോൾ ജ്യോതിയുടെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ട് തരിച്ചുപോയി. മോനെ എന്ന് നിലവിളിക്കുകയും അദ്ദേഹവും കയർ പിടിച്ചു വലിക്കാൻ തുടങ്ങി. 4 പേരും ചേർന്ന് ജ്യോതിമണിയെ മുകളിലേക്ക് ഉയർത്തി. അദ്ദേഹത്തിന്റെ ശരീരം കിണറ്റുകരയിൽ കിടത്തിയപ്പോഴാണ് ആ ക്രൂരത കണ്ടത്. ജ്യോതിമണിയുടെ കഴുത്തിൽ വെമ്പായം റോഡിൽ കണ്ട ആ പെൺകുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്നതുപോലെ ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു. അതിൽ രക്തമുണങ്ങിയിരുന്നു. ശ്വാസം നിലച്ച് കണ്ണുകൾ മുകളിലേക്ക് മറിഞ്ഞ് മുഖം മരവിച്ചിരുന്നു. താഴെ അടിവാരത്തിൽ ആംബുലൻസ് കിഷോറിനെ കൊണ്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞു. ഇൻസ്പെക്ടർ അലക്സ് ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് 4-5 പോലീസുകാരെയും ഫോറൻസിക് ഉദ്യോഗസ്ഥരെയും അങ്ങോട്ടേക്ക് വരാൻ ഉത്തരവിട്ടു. സബ് ഇൻസ്പെക്ടർ നാഗരാജനും വെപ്രാളത്തോടെ അവിടെയെത്തി. സ്ഥലം സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് ഇൻസ്പെക്ടർ അലക്സും രാഘവനും ശ്രീധരും ജീപ്പിൽ കയറി ഉടനെ ആശുപത്രിയിലേക്ക് പോയി. ആംബുലൻസ് കിഷോറിനെ സിറ്റി ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോൾ സമയം രാത്രി 12 കഴിഞ്ഞിരുന്നു. അവന് ചികിത്സ നൽകി. കുറച്ചുനേരം കഴിഞ്ഞ് ഡോക്ടർ പുറത്തു വന്നു. പുറത്ത് കാത്തു നിൽക്കുകയായിരുന്ന ഇൻസ്പെക്ടർ അലക്സ് ചോദിച്ചു, ഡോക്ടർ, എന്താ പറ്റിയത്? അവൻ എന്തിനാണ് ബോധം കെട്ടത്? ഒന്നുമില്ല, ഒരു ചെറിയ ഷോക്കാണ്, വേറൊന്നുമില്ല. പ്രധാനമായും രാവിലെ മുതൽ രാത്രി വരെ അവൻ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടുമാകാം. ഡോക്ടറെ, നിങ്ങളോടൊരു ചെറിയ കാര്യം സംസാരിക്കണം. എനിക്ക് പരിചയമുള്ളൊരു സൈക്കാട്രിസ്റ്റുണ്ട്, ഡോക്ടർ സുധാകർ. അദ്ദേഹത്തെക്കൊണ്ട് ഈ പയ്യനോട് സംസാരിക്കണം. ഇവനോട് ചില കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. ഇവന്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ, അതൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായി അന്വേഷണം നടത്താം, ഡോക്ടർ പറഞ്ഞു. ഇൻസ്പെക്ടർ അലക്സും ഡിറ്റക്റ്റീവ് രാഘവനും ശ്രീധറും നേരം വെളുക്കുന്നതുവരെ കാത്തിരുന്നു. വെളുത്തപ്പോൾ ഇൻസ്പെക്ടർ അലക്സ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സുധാകരനെ വിളിച്ചു. കൃത്യം അരമണിക്കൂറിനുള്ളിൽ ഡോക്ടർ സുധാകർ ആശുപത്രിയിലെത്തി. ഡോക്ടർ സുധാകർ, അലക്സ്, ഡിറ്റക്റ്റീവ് രാഘവൻ മൂവരും ആശുപത്രി വളപ്പിലെ ഒരു ശാന്തമായ സ്ഥലത്തുനിന്ന് സംസാരിക്കാൻ തുടങ്ങി. രാഘവൻ ഡോക്ടർ സുധാകരനോട് കിഷോറിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിരത്തി. ഡോക്ടർ, 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. രണ്ടും ഒരേപോലെയാണ് നടന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ 2 കൊലയും ഒരാൾ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന കിഷോർ ഏതോ ഒരു പ്രേതമാണിവരെ 2 പേരെയും കൊന്നത് എന്ന തരത്തിലാണ് പറയുന്നത്. IT കമ്പനിയിൽ ആ പെൺകുട്ടി മരിച്ച കാര്യവും റോഡിൽ ആ സ്ത്രീ മരിച്ച കാര്യവും ഇൻസ്പെക്ടർ അലക്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതെ രാഘവൻ, അതിനെപ്പറ്റി ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞിരുന്നു, ഡോക്ടർ സുധാകർ പറഞ്ഞു. ഡോക്ടർ, എനിക്ക് എങ്ങനെ ഇവന്റെ മേൽ സംശയം വന്നതെങ്ങനെയാണെന്നോ? IT കമ്പനിയിൽ ആ പെൺകുട്ടി മരിച്ചപ്പോൾ വാച്ച്മാൻ കണ്ണനാണ് ശരവണൻ സന്ധ്യയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചെന്ന് പറഞ്ഞത്. ഉടനെ ഞാൻ വാച്ച്മാൻ കണ്ണനെ അന്വേഷിക്കാൻ വിളിപ്പിച്ചു. എന്റെ അസിസ്റ്റന്റ് ശ്രീധർ വന്ന് പറഞ്ഞ കാര്യം എനിക്ക് കുറച്ച് ഷോക്കായിരുന്നു. അയാൾ ജോലി വിട്ടുപോയിട്ടൊരു മാസമായെന്ന് പറഞ്ഞു. ഡോക്ടർ സുധാകർ രാഘവന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടു. രാഘവൻ തുടർന്നു, ഞാൻ ജോലി വിട്ടുപോയ വാച്ച്മാൻ കണ്ണനെ പോയി കണ്ടു. അയാൾ ജോലി വിട്ടിട്ടൊരു മാസമായെന്ന് പറഞ്ഞു. ജോലിക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ കിഷോറാണ് ഇടയ്ക്കിടെ വന്ന് തന്നോട് സംസാരിക്കാറെന്ന് അദ്ദേഹം പറഞ്ഞു. അതുമല്ല, കിഷോറാണ് ശരവണൻ സന്ധ്യയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചെന്ന് കണ്ണനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ അടുത്ത് സെക്യൂരിറ്റി കണ്ണനാണ് ഈ കാര്യം പറഞ്ഞതെന്ന് അവൻ കള്ളം പറഞ്ഞു. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, അവിടെയുള്ള CCTV മുഴുവൻ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കിഷോർ ഇടയ്ക്കിടെ പാർക്കിങ്ങിനടുത്തിരുന്ന് തനിച്ച് സംസാരിക്കുന്നത് കണ്ടു. ഒരു ദിവസം മുഴുവൻ സെക്യൂരിറ്റി റൂമിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്തേക്ക് തിരിഞ്ഞ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കൂടെ ഒരാൾ ഉള്ളതുപോലെ അവൻ സംസാരിക്കുന്നത് ഞങ്ങൾ CCTVയിൽ വ്യക്തമായി കണ്ടു. ഇതൊക്കെ വെച്ചു നോക്കുമ്പോൾ അവൻ മാനസികമായി എന്തെങ്കിലും പ്രശ്നമുള്ളവനാണോ അതോ എന്തെങ്കിലും അമാനുഷിക ശക്തി ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഡോക്ടർ. നിങ്ങളാണ് അത് പരിശോധിച്ചു പറയേണ്ടത്, ഡിറ്റക്റ്റീവ് രാഘവൻ പറഞ്ഞു. ഡോക്ടർ സുധാകർ ഗൗരവത്തോടെ തലയാട്ടി. കിഷോറിന്റെ ഈ പെരുമാറ്റങ്ങൾ അവനൊരു തരം സാങ്കൽപ്പിക ലോകത്തേക്ക് പോയിരിക്കാമെന്നതിന്റെ ശക്തമായ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ഡോക്ടർ സുധാകർ കിഷോറിന്റെ വിചിത്രമായ നടപടികൾ ഡിറ്റക്റ്റീവ് രാഘവൻ വഴി കേട്ടറിഞ്ഞ് ഉടനെ അവനെ കാണാൻ ആഗ്രഹിച്ചു. എനിക്ക് കിഷോറിനെ ഒന്ന് കാണണം. അവനിപ്പോൾ മയക്കത്തിലാണ് ഡോക്ടർ, ഇൻസ്പെക്ടർ അലക്സ് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, അവന് ബോധം തെളിഞ്ഞ ശേഷം എന്റെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരൂ. ഞാൻ ക്ലിനിക്കിലുണ്ടാകും.
എന്നു പറഞ്ഞ് ഡോക്ടർ സുധാകർ അവിടെ നിന്നും തന്റെ ക്ലിനിക്കിലേക്ക് പോയി. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിഞ്ഞ കിഷോറിനെയും കൂട്ടി ഇൻസ്പെക്ടർ അലക്സും ഡിറ്റക്റ്റീവ് രാഘവനും ഡോക്ടർ സുധാകരന്റെ ക്ലിനിക്കിലെത്തി. ഡോക്ടർ സുധാകർ കിഷോറിനെ കൂട്ടി ഉള്ളിലേക്ക് പോയി. രാഘവനും അലക്സും പുറത്ത് കാത്തിരുന്നു. ഡോക്ടർ കിഷോറിനെ മെത്തയുള്ള കസേരയിൽ ഇരുത്തി. കീറിയ വസ്ത്രങ്ങളും പാറിപ്പറന്ന മുടിയും കണ്ണുകളിൽ ഭയവും ക്ഷീണവുമായി കിഷോർ ഇരുന്നു. ഡോക്ടർ സുധാകർ മെല്ലെ പറഞ്ഞു, കിഷോർ, നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. ഒരു ചെറിയ ഷോക്കിലാണെന്ന് പറഞ്ഞു. പേടിക്കണ്ട, ഞാനൊരു ഡോക്ടറാണ്. എനിക്ക് നിങ്ങളോട് കുറച്ചുനേരം സംസാരിക്കണം. നിങ്ങൾ കണ്ടതും കേട്ടതുമെല്ലാം എന്നോട് പറയൂ. നിങ്ങൾക്കെന്തിനെയാണ് ഭയം? കിഷോർ ഡോക്ടർ സുധാകരനെ തലയുയർത്തി നോക്കി. അവന്റെ കണ്ണുകളിലെ ഭയം മാറിയിരുന്നില്ല. നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ സന്ധ്യ എന്ന പെൺകുട്ടി മരിച്ചപ്പോൾ നിങ്ങളവിടെ ഉണ്ടായിരുന്നോ? കിഷോർ കുറച്ചുനേരം മിണ്ടാതിരുന്നു. പിന്നെ മെല്ലെ സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടർ സുധാകർ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. ഡോക്ടർ, ഞാൻ സന്ധ്യ മേഡത്തെ 2 തവണ കണ്ടിട്ടുണ്ട്. അവസാനം ബസ്സിലും വെച്ചു കണ്ടു. എന്റെ സീറ്റിനടുത്താണ് അവരിരുന്നത്. അവർ വെറുതെ വിടില്ല. പ്രതികാരം ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു. ഡോക്ടർ സുധാകരന്റെ വരവിനായി പുറത്ത് ഇൻസ്പെക്ടർ അലക്സും ഡിറ്റക്റ്റീവ് രാഘവനും കാത്തിരുന്നു. ഡോക്ടർ കിഷോറുമായി ഏകദേശം 2 മണിക്കൂർ തനിച്ചു സംസാരിച്ചു. ആ 2 മണിക്കൂർ അലക്സിനും രാഘവനും ഒരു യുഗം പോലെ തോന്നി. ഒടുവിൽ ഡോക്ടർ സുധാകർ മുറിയിൽ നിന്നും പുറത്തുവന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ആഴത്തിലുള്ള ചിന്തയും അതേസമയം നിഗൂഢമായ ഒരു ഞെട്ടലുമുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ അലക്സും ഡിറ്റക്റ്റീവ് രാഘവനും അത് കണ്ടു. അവരിരുവരും വേഗത്തിൽ അടുത്തുവന്നു. ഡോക്ടർ, എന്തായി? കിഷോർ എന്തെങ്കിലും പറഞ്ഞോ? ഡോക്ടർ സുധാകർ, വരൂ എന്നു പറഞ്ഞ് അവര് 2 പേരെയും കൂട്ടി വീണ്ടും ഒരു മുറിയിൽ കയറി. അവിടെ ഇരുവരെയും ഇരുത്തിശേഷം ഗൗരവമുള്ള സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. മിസ്റ്റർ കിഷോറിന് മാനസികമായി വളരെ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അവന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ വലിയൊരു ദുരന്തമുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അവന്റെ അച്ഛനും അമ്മയും മരിച്ചു. അവന്റെ കൺമുൻപിൽ വെച്ച് അവന്റെ അച്ഛൻ അമ്മയെ കൊലപ്പെടുത്തി. ഇത് സഹിക്കാൻ കഴിയാത്ത കിഷോർ ദേഷ്യത്തിൽ അച്ഛനെ കൊന്നു. അലക്സും രാഘവനും പരസ്പരം നോക്കി. അതുകൊണ്ട് കിഷോറിനെ ജുവനൈൽ ഹോമിൽ ഏകദേശം 8 വർഷം പാർപ്പിച്ചിരുന്നു. അതിനുശേഷം പുറത്തുവന്ന കിഷോർ +1+2 സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജും പുറത്തൊരു സ്വകാര്യ കോളേജിൽ പൂർത്തിയാക്കി. അതും ആശ്രമത്തിൽ നിന്നാണ് പഠിച്ചത്. അവൻ ആശ്രമത്തിൽ തനിച്ചായിരുന്നു. ഈ ഏകാന്തത അവനെ വല്ലാതെ അലട്ടി. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ അത് തന്റെ പ്രശ്നമാണെന്ന് കരുതാൻ തുടങ്ങി. മറ്റൊരു കഥാപാത്രം കിഷോറിന്റെ ഉള്ളിൽ രൂപപ്പെട്ടു. ഒറിജിനൽ കഥാപാത്രമായ കിഷോറിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇരകൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് ഓർത്ത് ഉരുകി മനസ്സിന്റെ ഉള്ളിൽ മറ്റൊരു കഥാപാത്രമുണ്ടായി. ആ കഥാപാത്രം മരിച്ചവരുടെ മരണത്തിന് ആരാണ് കാരണമെന്ന് തിരഞ്ഞ് അവരെ കൊല്ലുകയും ചെയ്തു. ഈ രോഗാവസ്ഥയ്ക്ക് വൈദ്യശാസ്ത്രപരമായി പല പേരുകളുണ്ട്. കിഷോറിന് തന്റെ അവസ്ഥ അറിയില്ല. അതുകൊണ്ടാണ് പ്രേതം വന്ന് പ്രതികാരം ചെയ്യുന്നതെന്ന് അവൻ വിശ്വസിക്കുന്നത് എന്നു പറഞ്ഞു ഡോക്ടർ സുധാകർ കൊലപാതകം എങ്ങനെ നടന്നുവെന്ന് വിശദീകരിച്ചു. കിഷോർ മരിച്ച ആ ചെറിയ കുട്ടിയുടെ അമ്മയെ പോയി കണ്ടിട്ടുണ്ട്. ആ അമ്മ വിഷമിക്കാതെ അവനോട് സംസാരിച്ചത് കണ്ട് അവന് സംശയം തോന്നി. കുട്ടിയുടെ മരണത്തിന് അവർ കാരണമായിരിക്കുമോ എന്ന്. ഇവനിത് ചിന്തിക്കുന്തോറും അവന്റെ മനസ്സിലുള്ള മറ്റേ കഥാപാത്രം അമ്മയെ കൊല്ലാൻ പ്രേരിപ്പിച്ചു. അവരെ ആദ്യം സാങ്കൽപ്പികമായി അവൻ ആ കുട്ടിയെ എവിടെ കണ്ടോ ആ സ്ഥലത്തേക്ക് അവരോട് വരാൻ പറഞ്ഞ് അവിടെ വെച്ചു കൊന്നു. അതിനുശേഷം രണ്ടാമതായി മരിച്ച സന്ധ്യ, ആ പെൺകുട്ടിയെ ശരവണൻ ഉപദ്രവിക്കുന്നത് ഇവൻ പലതവണ കണ്ടിട്ടുണ്ട്. ശരവണനെ കൊല്ലാൻ ഉദ്ദേശത്തിലായിരുന്നു. പക്ഷെ നിങ്ങൾ മീറ്റിംഗ് വെച്ചെന്തോ സംസാരിച്ചു. ആ മീറ്റിംഗിൽ ശരവണനല്ല പ്രശ്നം, ഓണർ ജ്യോതിമണിയാണ് പ്രശ്നമെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ജ്യോതിമണിയെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊന്നു. ഇതെല്ലാം അവൻ സ്വബോധത്തോടെയല്ല ചെയ്തത്. അവനുള്ളിലുള്ള മറ്റേ കഥാപാത്രമാണ് ചെയ്തത്. അതിനുള്ള വീഡിയോ തെളിവും എന്റെ കയ്യിലുണ്ട്. ഇത് നിങ്ങൾക്ക് കോടതിയിൽ ഹാജരാക്കാം. ഇവന് മാനസികമായി ചികിത്സ ആവശ്യമാണ്. തീർച്ചയായും ഇവനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കണം എന്നു പറഞ്ഞ് ചികിത്സാരീതികളെക്കുറിച്ചും മാനസിക രോഗത്തെക്കുറിച്ചും ഡോക്ടർ സുധാകർ വിശദമായി അവർക്ക് പറഞ്ഞുകൊടുത്തു. ഇൻസ്പെക്ടർ അലക്സും ഡിറ്റക്റ്റീവ് രാഘവനും ഞെട്ടൽ കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. അവർ തെരഞ്ഞുകൊണ്ടിരുന്ന അമാനുഷിക കൊലയാളി അവരുടെ അടുത്തുതന്നെ ഒരിരയായി സഹകഥാപാത്രമായിരുന്നു എന്നവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജ്യോതിമണിയുടെയും ആ കുട്ടിയുടെ മരണത്തിന് കാരണം പ്രേതമല്ല, നീതി തേടി പ്രതികാരവരിയിലായിരുന്ന കിഷോറിന്റെ മനസ്സാണെന്ന് അവർക്ക് മനസ്സിലായി. ഇൻസ്പെക്ടറും ഡിറ്റക്റ്റീവ് രാഘവനും കിഷോർ ഇരിക്കുന്ന മുറിയിലേക്ക് കയറി. അവിടെ കസേരയിൽ കിഷോർ ശാന്തനായിരിക്കുന്നുണ്ടായിരുന്നു. കിണറ്റിൽ തൂങ്ങിക്കിടന്ന ജ്യോതിമണിയുടെ രക്തമുണങ്ങിയ ശരീരം ഇൻസ്പെക്ടറുടെ ഓർമ്മയിൽ വന്നു. ആ രക്തബലിക്ക് കാരണക്കാരൻ ഇവൻ തന്നെയാണോ എന്ന് ഇൻസ്പെക്ടർക്ക് അത്ഭുതം തോന്നി. ഇൻസ്പെക്ടർ,
ഇവനെ നമ്മൾ പുറത്തുവിട്ടാൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ആരൊക്കെയാണ് കാരണമെന്ന് കരുതി അവരെ കൊന്നുകൊണ്ടേയിരിക്കും. ഇവനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയക്കാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്യൂ. അതിനുശേഷം ഒരു പ്രധാന കാര്യം ഇൻസ്പെക്ടർ, ശരവണനെ അറസ്റ്റ് ചെയ്യൂ. ഇപ്പോൾ അവനെ രക്ഷിക്കാൻ ജ്യോതി കൂടെയില്ല. തെറ്റു ചെയ്തവൻ തീർച്ചയായും ശിക്ഷ അനുഭവിച്ചേ തീരൂ. മരിച്ച സന്ധ്യയ്ക്ക് നീതി കിട്ടണം. എനിക്ക് തോന്നുന്നത് ആ ചെറിയ കുട്ടിയുടെ അമ്മ പാവമെന്നാണ്. അവർ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല, ഡിറ്റക്റ്റീവ് രാഘവൻ പറഞ്ഞു. അതെ രാഘവൻ, തെറ്റു ചെയ്തവൻ തീർച്ചയായും ശിക്ഷ അനുഭവിക്കണം. ആ ഓണർ മരിച്ചുപോയെന്ന വിവരം എന്റെ സുഹൃത്ത് ബാലചന്ദ്രനോട് തീർച്ചയായും പറയണം. അപ്പോഴേ അവന് കുറച്ചെങ്കിലും സമാധാനം കിട്ടൂ, ഇൻസ്പെക്ടർ അലക്സ് പറഞ്ഞു. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥ ഇവിടെ അവസാനിച്ചു. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. കഥ നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.